ഹലോ മൈ ഡിയർ ചാമ്പ്യൻസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. GIB-10 ഒക്കെ എഴുതിയിരിക്കുകയാണെന്നറിയാം. നന്നായിട്ട് പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങനെ ആഗ്രഹിക്കുന്നു. ഇനിയിപ്പോൾ നന്നായിട്ട് പോയില്ലെങ്കിൽ വിഷമിക്കേണ്ട മക്കളെ, അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, ഡിമോട്ടിവേറ്റഡ് ആയിട്ട് ഓവർ തിങ്ക് ചെയ്തിരിക്കരുത്, അയ്യോ മര്യാദയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. അടുത്ത സ്റ്റെപ്പ് ഉടനടി എടുത്തു തുടങ്ങുക. മൂവ് ഫാസ്റ്റ്, ഇംപ്രൂവ് ഫാസ്റ്റ്, ലേൺ ഫാസ്റ്റ്. ഓക്കെ, ഞാനത് പറയുന്നത് ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നും, ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്. പക്ഷേ ചെയ്തു കഴിഞ്ഞാൽ ബലമുണ്ടാവും. നിങ്ങൾ നിങ്ങളെ തന്നെ വെച്ച് കമ്പയർ ചെയ്താൽ മതി, വേറെ ആരെയും വെച്ച് കമ്പയർ ചെയ്യേണ്ട. കഴിഞ്ഞ മോക്ക് ടെസ്റ്റിൽ നിന്ന് ഈ മോക്ക് ടെസ്റ്റിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നോ? ഇമ്പ്രൂവ്മെൻറ്റ് ഇനിയിപ്പോൾ മാർക്ക് കുറഞ്ഞു പോയോ കഴിഞ്ഞത് വെച്ച് കമ്പയർ ചെയ്തു? അപ്പോൾ നിങ്ങൾ നോക്കുക, ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നല്ലത്, വെൽ ഡൺ. ഇനിയിപ്പോൾ കുറഞ്ഞു പോയെങ്കിൽ നിങ്ങൾ നോക്കുക എവിടെയാണ് പിഴവ് പറ്റിയത്. ഇനിയിപ്പോൾ അടുത്ത മോക്ക് ടെസ്റ്റിൽ ഇതിലേലും നല്ല മാർക്ക് നേടാൻ നോക്കുക. ഓക്കെ, ട്രൈ ടു കോമ്പീറ്റ് വിത്ത് യുവർ സെൽഫ് ഫസ്റ്റ്. ഓക്കെ ഫൈൻ, പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക മക്കൾ. നമുക്കിനി അധികം ദിവസങ്ങൾ ബാക്കിയില്ല. പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, വാസ്തവം സത്യം പറഞ്ഞതാണ്. ഓക്കെ, മൂവ് ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ, മൂവ് ഇഫക്റ്റീവ്ലി, നല്ല സ്മാർട്ടായിട്ട് മൂവ് ചെയ്യാൻ നോക്കുക. ഓവർ തിങ്ക് ചെയ്ത് വിഷമിച്ചിരിക്കേണ്ട സമയമല്ല. നിങ്ങൾ എന്തായാലും ഇത്ര എത്തി. അപ്പോൾ ഈ സമയം ലാസ്റ്റ് നിമിഷം ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് അയ്യോ പറ്റുന്നില്ല, ഏറ്റവും മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക കഴിയുന്നത് വരെ. ഓവർ തിങ്ക് ചെയ്യാൻ നിൽക്കരുത് മക്കളെ, പ്ലീസ്. ഇറ്റ്സ് എ റിക്വസ്റ്റ് ഫ്രം മൈ സൈഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം GIB-10 ഡിസ്കഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 ഇതാണ്. നമ്പർ ഓഫ് സബ്ഷെൽസ് ഇൻ എ ഷെൽ, ഇതാണ് ഓപ്ഷൻ എ. നമ്പർ ഓഫ് സബ്ഷെൽസ് ഇൻ എ ഷെൽ എത്രയാണ്? നമ്പർ ഓഫ് സബ്ഷെൽസ് ഇൻ എ ഷെൽ എന്താ മക്കളെ? നമ്പർ ഓഫ് സബ്ഷെൽസിൻ്റെ വാല്യൂ n അല്ലേ? നമ്പർ ഓഫ് സബ്ഷെൽസിൻ്റെ വാല്യൂ n തന്നെയാണ്. ഒരു ഷെല്ല് n എടുക്കുകയാണെങ്കിൽ അതിൽ നമ്പർ ഓഫ് സബ്ഷെൽസ് n തന്നെയായിരിക്കും. വാല്യൂ ഓഫ് നമ്പർ ഓഫ് സബ്ഷെൽസ് വിൽ ബി n itself. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലെറ്റസ് സേ n = 1 എടുക്കുകയാണ്. ഫസ്റ്റ് ഷെൽ എടുക്കുകയാണെങ്കിൽ എത്ര സബ്ഷെൽ ഉണ്ട്? ഒരെണ്ണം. n = 2 എടുക്കുകയാണെങ്കിൽ എത്ര സബ്ഷെൽ ഉണ്ട്? SNP 2 എണ്ണം. n = 3 എടുക്കുകയാണ്, ഏതൊക്കെ സബ്ഷെൽ ഉണ്ട്? SPD 3 എണ്ണം. n = 4 എടുക്കുകയാണെങ്കിൽ SPDF 4 സബ്ഷെൽ ഉണ്ട്. സോ ബേസിക്കലി ഷെല്ലിൻ്റെ നമ്പർ എന്താണ് അത് തന്നെയായിരിക്കും നമ്പർ ഓഫ് സബ്ഷെൽസ്. ഓക്കെ മക്കളെ, സോ ബേസിക്കലി ഇവിടെ ആൻസർ വരാൻ പോകുന്നത് 3 ആണ്. ആൻസർ അല്ല, എയുടെ മാച്ച് വരാൻ പോകുന്നത് 3 ആണ്. നെക്സ്റ്റ്, മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ സബ്ഷെൽ. നിങ്ങൾക്കറിയാം നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ സബ്ഷെൽ. നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ സബ്ഷെൽ എത്രയാണ്? 12+1. 12+1 ആണ് നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ സബ്ഷെൽ. ഫോർ എക്സാമ്പിൾ L = 0 എടുക്കുകയാണെങ്കിൽ, S ഓർബിറ്റലാണെങ്കിൽ L = 0, നമ്പർ ഓഫ് സബ്ഷെൽ 1 ആയിരിക്കും. 2 × 0 + 1 അല്ലേ? ഒറ്റ ഓർബിറ്റലേ ഉള്ളൂ എസ്സിൽ, ഒറ്റ ഓറിയൻറ്റേഷനേ ഉള്ളൂ. ഇനിയിപ്പോൾ L = 1, ഇപ്പോൾ P ഓർബിറ്റൽ എടുക്കുകയാണെങ്കിൽ 2 × 1 + 1 3, PX PY PZ. ഇനിയിപ്പോൾ D ഓർബിറ്റൽ എടുക്കുകയാണെങ്കിൽ L = 2 ഇടുക, 2 × 2 + 1 that is 5 D ഓർബിറ്റൽസ്. അപ്പോൾ ബേസിക്കലി നമ്പർ ഓഫ് ഓർബിറ്റൽസ് എന്ന സബ്ഷെൽ 12+1. സോ ബേസിക്കലി മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയായിരിക്കും? മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയായിരിക്കും? നിങ്ങൾക്കറിയാം ഓരോ ഓർബിറ്റലിലും മാക്സിമം നമ്പർ 2. സോ 2 × 12+1 ആയിരിക്കും. സോ അത് പോയി 1ലേക്ക്. നെക്സ്റ്റ്, നമ്പർ ഓഫ് സ്ഫെറിക്കൽ നോഡ്സ് n - L - 1. ആ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. നെക്സ്റ്റ്, നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ലൈമാൻ സീരീസ്. നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ലൈമാൻ സീരീസ് ഫോർ എ ഗ്യാസ് ഫോർ n-1 ട്രാൻസിഷൻ. അതായത് ഒരു ഹയർ ഓർബിറ്റലിൽ നിന്ന് ഫസ്റ്റ് ഓർബിറ്റിലേക്ക് എത്തുമ്പോൾ പല രീതിയിൽ അതിന് ഫസ്റ്റ് ഓർബിറ്റിലേക്ക് എത്താം, പല വഴികളിലൂടെ അതിന് ഫസ്റ്റ് ഓർബിറ്റിലേക്ക് എത്താം. അപ്പോൾ ആ ടോട്ടൽ പോസിബിൾ സ്പെക്ട്രൽ ലൈൻസിൽ എത്ര എണ്ണം ലൈമാൻ സീരീസിൽ കിടക്കുന്നു? ഞാൻ ഒരു എക്സാമ്പിൾ തരാം. ലെറ്റ് സേ n = 4 എടുക്കുകയാണ്. ലെറ്റ് സേ ഒരു ട്രാൻസിഷൻ n = 4 to 1 ട്രാൻസിഷൻ എടുക്കുകയാണ്. n = 4 to 1 ട്രാൻസിഷൻ. n = 4 to 1 ട്രാൻസിഷനിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എത്രയായിരിക്കും? മാക്സിമം പോസിബിൾ നിങ്ങൾക്കറിയാം ഫോർമുല, Δn × Δn+1/2 അല്ല. Δn എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 4 - 1 × 4 - 1 + 1 /2. ദാറ്റ് ഈസ് ബേസിക്കലി എത്ര വരും മക്കളെ? 6 വരും. ദർ ആർ 6 സ്പെക്ട്രൽ ലൈൻസ്. ഈ 6 എണ്ണത്തിൽ എത്ര എണ്ണം ലൈമാൻ സീരീസിൽ കിടക്കുന്നു എന്നെങ്ങനെ മനസ്സിലാവും? 6 എണ്ണത്തിൽ എത്ര എണ്ണം ലൈമാൻ സീരീസിൽ കിടക്കുന്നു? നിങ്ങൾ നോക്കുക, ഈ 6 എന്ന് ചോദിച്ചാൽ എന്താണ്? ഫോർ എക്സാമ്പിൾ ലെറ്റ് സേ 4 to 1 ഡയറക്റ്റ് ജമ്പ് കിടത്താം, അതൊരു പോസിബിലിറ്റിയാണ്. ഇനിയിപ്പോൾ 4 to 3 ജമ്പ് ചെയ്യാം, എന്നിട്ട് 3 to 1 ജമ്പ് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് 2 ലൈൻ കിട്ടി അല്ലേ? 4 to 3 ഒരു ലൈൻ, 3 to 1 ഒരു ലൈൻ അല്ലേ? 4 to 1 ഒരു ലൈൻ,
4 to 3 രണ്ടാമത്തെ ലൈൻ, പിന്നെ 3 to 1 മൂന്നാമത്തെ ലൈൻ. എന്തായാലും ഫൈനൽ ഡെസ്റ്റിനേഷൻ 1 ആണ്. 1ലേക്ക് എത്തിയാൽ മതി. പല പല വഴികളിലോട്ട് എത്താം. ഒന്നിൽ ഡയറക്റ്റ് ആയിട്ട് ജമ്പ് ചെയ്യാം, അല്ലെങ്കിൽ 4ൽ നിന്ന് 3ലേക്ക് ജമ്പ് ചെയ്യാം, എന്നിട്ട് 3ൽ നിന്ന് 1ലേക്ക് ജമ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഇനി ഇപ്പോൾ 4ൽ നിന്ന് 3ലേക്ക് ജമ്പ് ചെയ്യാം, 3ൽ നിന്ന് 2ലേക്ക് ജമ്പ് ചെയ്യാം, 2ൽ നിന്ന് 1ലേക്ക് ജമ്പ് ചെയ്യാം. അപ്പോൾ ഇതിൽ 4ൽ നിന്ന് 3ലേക്കുള്ള നമ്മൾ ഓൾറെഡി കൗണ്ട് ചെയ്തു. 4 to 3 ഈസ് ഓൾറെഡി കൗണ്ടഡ്. അപ്പോൾ അത് ഇനി വീണ്ടും കൗണ്ട് ചെയ്യണം. 3 to 2, 2 to 1. അപ്പോൾ അവിടെ വീണ്ടും 2 ലൈനും കൂടി കിട്ടി. ഇനി എല്ലാവരും നോക്കിക്കേ മക്കളെ, 4 to 2 ജമ്പ് ചെയ്യാം, എന്നിട്ട് 2 to 1 ജമ്പ് ചെയ്യാം. 4 to 2 ജമ്പ് ചെയ്യാം, 2 to 1 ജമ്പ് ചെയ്യാം. അപ്പോൾ 4 to 2 നമ്മൾ ഓൾറെഡി 2 to 1 നമ്മൾ ഓൾറെഡി കൗണ്ട് ചെയ്തതാണ്. 4 to 2 നമുക്ക് ഒരു ലൈൻ തരും. സോ ഇത്രയും രീതിയിൽ അതിന് 4ാമത്തെ ഓർബിറ്റിൽ നിന്ന് ഫസ്റ്റ് ഓർബിറ്റിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ എത്ര എണ്ണം കിട്ടി? 1, 2, 3, 4, 5, 6. ഇതാണ് ഈ 6 ലൈൻസ്. ഇതിൽ എത്ര എണ്ണം ലൈമാൻ സീരീസിൽ കിടക്കുന്നുണ്ട്? ലൈമാൻ സീരീസിൽ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1ലേക്ക് ഡയറക്റ്റായിട്ട് ജമ്പ് ചെയ്യുന്നത് മാത്രം നോക്കിയാൽ മതി. അതായത് ഇത് ലൈമാനാണ്, ഇത് ലൈമാനായിരിക്കും, ഇത് ലൈമാനായിരിക്കും അല്ലേ? അതായത് 3 എണ്ണം ലൈമാൻ. 4 to 1, 3 to 1, 2 to 1. 4 to 1, 3 to 1, 2 to 1. അപ്പോൾ 4th ഓർബിറ്റിൽ നിന്ന് ഫസ്റ്റ് ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ ടോട്ടലി 6 സ്പെക്ട്രൽ ലൈൻസ് ഉണ്ട്. അതിൽ 3 എണ്ണം ലൈമാനല്ല. 4 to 1, 3 to 1, 2 to 1. ഇനിയിപ്പോൾ 5 to 1 ജമ്പ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. 5 to 1 ജമ്പ് ചെയ്യുകയാണ്. ടോട്ടൽ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസിൽ 4 എണ്ണമായിരിക്കും ലൈമാനിൽ കിടക്കാൻ പോകുന്നത്. ഏതൊക്കെ? 5 to 1 ജമ്പിങ് നടന്നത്, 4 to 1, 3 to 1 ആൻഡ് 2 to 1. ആ ടോട്ടൽ പോസിബിലിറ്റീസിൽ ആകെ 4 ലൈൻസ് ആയിരിക്കും ലൈമാനിലുള്ളത്. 5 to 1, 4 to 1, 3 to 1 ആൻഡ് 2 to 1. ഇനിയിപ്പോൾ 6 to 1 ജമ്പ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. 6 to 1 ജമ്പ് ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസിൽ 5 എണ്ണമായിരിക്കും ലൈമാനിലുള്ളത്. ഏതൊക്കെയാണ്? 6 to 1 ജമ്പ് ചെയ്തത്, പിന്നെ 5 to 1, 4 to 1, 3 to 1, 2 to 1. ഓക്കെ. സോ ബേസിക്കലി ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ആൻസർ വരാൻ പോകുന്നത് n-1 ആയിരിക്കും. ഇവിടെ ആൻസർ വരാൻ പോകുന്നത് n-1 ആയിരിക്കും. 4 ആയിരിക്കും. സോ 3, 1, 2, 4. 3, 1, 2, 4. 3, 1, 2, 4 എന്ന് പറയുമ്പോൾ 2 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഓപ്ഷൻ 2 ഇസ് ദി ആൻസർ. സോ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, ഒരു ഹയർ ഓർബിറ്റിൽ നിന്ന് n=1ലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മാക്സിമം നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഫോമിൽ അപ്ലൈ ചെയ്യുക. n=1 അല്ല, n= എവിടേക്ക് ജമ്പ് ചെയ്താലും നിങ്ങൾക്ക് അറിയാമല്ലോ മക്കളെ, മാക്സിമം നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസസ് Δn × Δn + 1 ഡിവൈഡഡ് ബൈ 2. Δn എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ഓർബിറ്റ് മൈനസ് ലോവർ ഓർബിറ്റ്. ഇത് മാക്സിമം നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ്. അതിൽ ലൈമാനിൽ എത്ര കിടക്കുന്നു എന്നറിയാനായിട്ട് എത്ര എണ്ണം 1ലേക്ക് ഡയറക്റ്റ്ലി ജമ്പ് ചെയ്യുന്നു എന്ന് നോക്കിയാൽ മതി. ആൻഡ് ഇറ്റ് വിൽ ഓൾവേസ് ബി n-1. ഓക്കെ, കൂൾ. ഇനിയിപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ അവർ എത്ര എണ്ണം, ഇപ്പോൾ ഈ 4 to 1 ജമ്പിങ്ങിൽ എത്ര എണ്ണം ബാൽമർ സീരീസിൽ കിടക്കുന്നുണ്ട് നിങ്ങൾ നോക്കുക. 2ലേക്ക് എൻഡ് ചെയ്യുന്ന ലൈൻസ് ഏതൊക്കെയാണ്? അപ്പോൾ 3 to 2, 4 to 2, 3 to 2, 4 to 2, 3 to 2, 4 to 2. അത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ 5 to 1 ജമ്പിങ് നടത്തുകയാണ്. 5 to 1 ജമ്പിങ്ങിൽ ടോട്ടൽ നമ്പർ സ്പെക്ട്രൽ ലൈൻസിൽ എത്ര എണ്ണം ബാൽമർ സീരീസ് കിടക്കുന്നുണ്ട്? 5 to 2, 4 to 2, 3 to 2. അതായത് n-2 ആയിരിക്കും. n-2 സ്പെക്ട്രൽ ലൈൻസ് വിൽ ബി ഇൻ ബാൽമർ സീരീസ്. ലൈമാൻ സീരീസിൽ n-1 സ്പെക്ട്രൽ ലൈൻസ് വിൽ ബി ഇൻ ലൈമാൻ സീരീസ്. മനസ്സിലായോ? ടോട്ടൽ സ്പെക്ട്രൽ ലൈൻസിൽ n-1 ലൈമാനിലായിരിക്കും, n-2 ബാൽമറിലായിരിക്കും. മനസ്സിലായോ കുട്ടാ? ഫൈൻ, ഗോട്ട് ഇറ്റ്. സോ ബേസിക്കലി 3, 1, 2, 4 ആണ് വരിക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Formaldehyde can be distinguished from acetaldehyde by the use of formaldehyde CH3CHO, acetaldehyde HCHO. Obviously iodoform test ആണ് കാര്യം. ഫോമാൽഡിഹൈഡ് അസറ്റാൽഡിഹൈഡ് iodoform ടെസ്റ്റ് തരും, ഫോമാൽഡിഹൈഡ് iodoform ടെസ്റ്റ് തരില്ല അല്ലേ? കാര്യം എന്താണ്? ഇവിടെ CH3 ഗ്രൂപ്പ് ഉണ്ട്, കാർബണിൽ CH3 ഗ്രൂപ്പ് മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ടു കാർബണിൽ കാർബൺ. ഇവിടെ അതില്ല. സോ ബേസിക്കലി iodoform ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ദ കറക്റ്റ് ഓർഡർ ഓഫ് ഇൻക്രീസിങ് സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ടൈറ്റേനിയം, വനേഡിയം, ക്രോമിയം ആൻഡ് മാംഗനീസ്. ഇത് ഒറ്റയടിക്ക് 1 എന്ന് പറയാൻ പറ്റും. കാര്യം നിങ്ങൾ തന്നെ നോക്കിക്കോ, ക്രോമിയത്തിൻ്റെ കോൺഫിഗറേഷൻ എന്താ? 4s1
4s1 3d5 ആണ്. ക്രോമിയത്തിൻ്റെ ഫസ്റ്റ് ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ CR+ൻ്റെ കോൺഫിഗറേഷൻ 4s0 3d5 ആണ്. സെക്കൻഡ് ഇലക്ട്രോൺ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഹാഫ് ഫിൽഡ് ഓർബിറ്റിൽ ടച്ച് ചെയ്യേണ്ടി വരും. ആൻഡ് ദാറ്റ് വിൽ ബി വെരി ഹൈ. ഗോട്ട് ഇറ്റ്? അപ്പോൾ അത് വളരെ ഹൈ ആയിരിക്കും, മോർ ദാൻ എക്സ്പെക്ട്. അപ്പോൾ ക്രോമിയമാണ് ഏറ്റവും ഹയസ്റ്റ്. അത് കഴിഞ്ഞ് വരുന്നത് മാംഗനീസ് ആണ്, അത് കഴിഞ്ഞിട്ട് വനേഡിയം, അത് കഴിഞ്ഞിട്ട് ടൈറ്റേനിയം. ഇത് ബേസിക്കലി ടേബിൾ 8.2 ഓഫ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിൽ കൊടുത്തിട്ടുണ്ട്. സാർ ഇത് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ് യൂട്യൂബിലൊക്കെ, ടേബിൾ 8.2ൻ്റെ ഇമ്പോർട്ടൻസ് വെച്ചിട്ട്. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി യൂഷ്വലി ഒരു സ്മൂത്ത് ഓർഡറാണ്. അതായത് ഇപ്പോൾ സ്കാൻഡിയം കുറവാണ്, അത് കഴിഞ്ഞിട്ട് ടൈറ്റേനിയം അതിലും കൂടുതലാണ്, ടൈറ്റേനിയം കഴിഞ്ഞ് വനേഡിയം അതിലും കൂടുതലാണ്, അത് കഴിഞ്ഞ് വനേഡിയം കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ക്രോമിയമാണ് വരേണ്ടത്. പക്ഷേ ക്രോമിയത്തിന് മുമ്പ് മാംഗനീസ് കയറി വരും, കാര്യം ക്രോമിയത്തിന് മോർ ദാൻ എക്സ്പെക്റ്റഡ് ഉണ്ട്. ഓക്കെ, ബിക്കോസ് ഓഫ് ഈ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ. സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പിയുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഇതാണ് ആൻസറായിട്ട് വരിക, ഇതാണ് ആൻസറായിട്ട് വരിക. നെക്സ്റ്റ്, ഇപ്പം ഇതിൽ നിന്ന് ആ ക്ലൂ കണ്ടാൽ തന്നെ മതി. ഇപ്പം നിങ്ങൾക്ക് ഓർഡർ ഓർമ്മയില്ലെങ്കിലും നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയാൽ തന്നെ ഇത് 3 എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. കാര്യം ക്രോമിയത്തിന് എന്തായാലും എക്സെപ്ഷണലി ഹൈ വാല്യൂ ഉണ്ടെന്ന് അറിയാം, ഹാഫ് ഫിൽഡ് ഓർബിറ്റിലാണ്. അപ്പോൾ ആ ഒരു കോമൺ സെൻസ് യൂസ് ചെയ്യാം. നെക്സ്റ്റ്, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ബെൻസീൻ, കാർബൺ മോണോക്സൈഡ്, HCl, അൻഹൈഡ്രസ് AlCl3 CuCl. ഇത് ഏതാ മക്കളെ? ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ അല്ലേ? ദിസ് ഇസ് ബേസിക്കലി ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ബെൻസാൽഡിഹൈഡ് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ബെൻസാൽഡിഹൈഡ് കിട്ടും. ബെൻസീനിൽ നിന്ന് ബെൻസാൽഡിഹൈഡ് ഉണ്ടാക്കാനായിട്ട് ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ ഉപയോഗിക്കുന്നു. സോ ദിസ് ഇസ് 2. നെക്സ്റ്റ്, COCH3 പ്ലസ് NaOX. ഏതാണ് മക്കളെ? അയഡോഫോം റിയാക്ഷൻ ഓർ ഹാലോഫോം റിയാക്ഷൻ. ഇവിടെ അയഡോഫോം എന്ന് പറയാൻ പറ്റില്ല, ഹാലജനാണ്. NaOX എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹാലോഫോം റിയാക്ഷൻ. സോ ഇത് 3 ആണ്. നെക്സ്റ്റ്, ആൽക്കഹോൾ സൾഫ്യൂരിക് ആസിഡ്, ആൽക്കഹോൾ കബോക്സിലിക് ആസിഡ് ഇൻ പ്രസൻസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്, എസ്ട്രിഫിക്കേഷൻ, എസ്റ്റർ ഫോം ആവും. അപ്പോൾ അവിടെ 4 വരും. നെക്സ്റ്റ്, കബോക്സിലിക് ആസിഡ്, ഹാലജൻ, റെഡ് ഫോസ്ഫറസ്, ഹെൽവോളാർഡ് സെലിൻസ്കി റിയാക്ഷൻ. സോ 2 3 4 1 2 3 4 1 2 3 4 1. ആൻസർ ഓപ്ഷൻ 4 ആണ്. ആൻസർ ഓപ്ഷൻ 4 ആണ്. ഓക്കെ ആണോ മക്കളെ? റെഡി ആണോടാ? നെക്സ്റ്റ്, the rate constants K1 and K2 for 2 different reactions are 10 power 16 e raised to minus 2000 by T, 10 power 15 e raised to minus 1000 by T. The temperature at which K1 is equal to K2. മക്കളെ, K1 is equal to K2 ആവണമെങ്കിൽ ഈ രണ്ടെണ്ണം ഇക്വേറ്റ് ചെയ്താൽ പോരെ. 10 power 16 e raised to minus 2000 by T should be equal to 10 power 15 e raised to minus 1000 by T. ഓക്കെ, സിമിലർ ടേംസിന് ഒറ്റ സൈഡിലേക്ക് എടുക്കുക. ഇതിനെ ഈ സൈഡിലേക്ക് എടുക്കുക, 10 power 15 ഈ സൈഡിലേക്ക് എടുക്കുക. അപ്പോൾ 10 power 16 by 10 power 15 10 എന്ന് കിട്ടും. 10 power 16 by 10 power 15 അല്ല, 10 power 16 by 10 power 15. ഞാൻ ഇവിടെ തന്നെ എഴുതാം. അത് 10 power 16 divided by 10 power 15 which is equal to 10. That is equal to e raised to minus 1000 by T divided by e raised to minus 2000 by T. e raised to minus 1000 by T divided by e raised to minus 2000 divided by T. That is equal to എക്സ്പൊണൻസിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുമ്പോൾ e raised to 1000 by T എന്ന് തന്നെ വരും. e raised to 1000 by T അല്ലേ? അപ്പോൾ 10 is equal to e raised to 1000 by T. ഇനിയിപ്പോൾ ഞാൻ ലോഗറിതം എടുക്കുകയാണ്, നാച്ചുറൽ ലോഗറിതം, ടേക്കിംഗ് നാച്ചുറൽ ലോഗറിതം ഓൺ ബോത്ത് സൈഡ്സ്. ln of 10 is equal to ln of e raised to 1000 by T. ln of e raised to 1000 by T is nothing but 1000 by T. ഇനി ln of 10നെ എനിക്ക് 2.303 log of 10 എന്നിടാം. log of 10 എന്നിടാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 by 2.303 സോറി 1000 by T. 1000 by T. ഇനി ടീനെ മറ്റേ സൈഡിലേക്ക് എടുക്കുക. ലോഗ് ഓഫ് 10 1 ആണ്. സോ T ഈസ് ഈക്വൽ ടു 1000 by 2.303 എന്ന് കിട്ടും. 1000 by 2.303 അല്ലേ?
സോ 55ൻ്റെ ആൻസർ വരുന്നത് 1000/2.303 കെൽവിൻ ആണ്. 55ൻ്റെ ആൻസർ വരുന്നത് 1000/2.303 കെൽവിൻ ആണ്. നെക്സ്റ്റ്, ഇൻ മോളിക്യൂൾ C2 കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. മോളിക്യൂൾ C2 എന്ന് പറയുമ്പോൾ കുറേ പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ് മക്കളെ. C2 എന്ന് പറയുമ്പോൾ 12 ഇലക്ട്രോൺ, σ1s2, σ*1s2, σ2s2, σ*2s2, π2px2, π2px2, π2py2. ബോണ്ട് ഓർഡർ എന്താ മക്കളെ? ബോണ്ട് ഓർഡർ ഇവിടെ വരാൻ പോകുന്നത്, bond order will be number of bonding molecular orbitals, which is 2, 4, 6, 8. Number of anti-bonding 4 varum, divided by 2, that is equal to 2. Bond order 2 ആണ്. So this is a correct statement. Both the bonds present in C2 are pi bond. അതെങ്ങനെ മനസ്സിലാക്കുക? മോളിക്കുലർ ഓർബിറ്റൽ തിയറിയിൽ നിന്ന് സിഗ്മ ബോണ്ട് ആണോ പൈ ബോണ്ട് ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കുക? വളരെ സിമ്പിളാണ് മക്കളെ, എല്ലാവരും നോക്കുക. നമ്മളിപ്പോൾ ആദ്യത്തെ ഈ σ1s2 gets cancelled by its anti-bonding, σ2s2 gets cancelled by its anti-bonding. പക്ഷേ ഈ π2px2 π2py2 രണ്ടും ക്യാൻസൽ ആവുന്നില്ല. ഇപ്പോൾ π*2px2 π*2py2 കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടി ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും ക്യാൻസൽ ആവുന്നില്ല. അതായത് ഇവിടെയാണ് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത്. ഇതൊരു പൈ ബോണ്ട് ഫോർമേഷൻ, ഇതൊരു പൈ ബോണ്ട് ഫോർമേഷൻ, അങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, സോ ബേസിക്കലി രണ്ടും പൈ ബോണ്ടാണ്. ആൻഡ് ദാറ്റ് ഈസ് ആൻ എക്സെപ്ഷണൽ കേസ്. ഇത് നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ, ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. C2 മോളിക്യൂൾ എന്ന് പറയുന്നത് ഒരു എക്സെപ്ഷണൽ കേസാണ്. സിഗ്മ ബോണ്ട് ഇല്ലാതെ തന്നെ രണ്ട് ബോണ്ട് ഉണ്ട് ഇവിടെ, രണ്ടും പൈ ബോണ്ടാണ്, സിഗ്മ ബോണ്ട് ഇല്ല. സോ ബോത്ത് ദ ബോണ്ട്സ് പ്രസൻറ്റ് ഇൻ C2 ആർ പൈ ബോണ്ട്. ഇതും കറക്റ്റാണ്. ദ മോളിക്യൂൾ ഇസ് പാരാമാഗ്നറ്റിക് അല്ല, ഡയാമാഗ്നറ്റിക് അല്ലേ, കാര്യം എല്ലാം പെയർഡ് ഇലക്ട്രോൺസ് അല്ല. ഡബിൾ ബോണ്ട് ഇൻ C2 കൺസിസ്റ്റ് ഓഫ് 1 സിഗ്മ ആൻഡ് 1 പൈ ബോണ്ട് അല്ല, രണ്ടും പൈ ബോണ്ട്. ബോണ്ട് ലെങ്ത് ഓഫ് C2 ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് O2 മോളിക്യൂൾ. അതെങ്ങനെയാണ് മനസ്സിലാവുക? രണ്ട് രീതി മനസ്സിലാക്കാൻ മക്കളെ. ഒന്നാമത് ഓക്സിജൻ മോളിക്യൂൾ ചെറുതാണ്, ഓക്സിജൻ കാർബണിലും ചെറുതാണ്, അപ്പോൾ ഓർബിറ്റൽ സൈസസ് ചെറുതായിരിക്കും. ഈ ഓർബിറ്റൽ സൈസസ് ചെറുതായിരിക്കുമ്പോൾ ബോണ്ട്സ് എന്തായാലും ഷോർട്ടർ ആയിരിക്കും. അല്ലാതെ വേറെ റീസണും കൂടി പറയാൻ മക്കളെ. ഇപ്പോൾ O2 മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ C2 മോളിക്യൂളിൻ്റെ പോലെയല്ല, ഒരെണ്ണം സിഗ്മ ബോണ്ടാണ്, ഒരെണ്ണം സിഗ്മ ബോണ്ടും മറ്റേത് പൈ ബോണ്ടുമാണ്. ഇപ്പോൾ സിഗ്മ ബോണ്ട്സ് ആർ വെരി സ്ട്രോങ്, ഓവർലാപ്പിംഗ് കുറച്ചും കൂടെ ഹയ്യറാണ് പൈ ബോണ്ട്സിനേലും അല്ല, നിങ്ങൾക്കറിയാം ഓവർലാപ്പിംഗ് കുറച്ചും കൂടെ ഇഫക്റ്റീവാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും ഓക്സിജൻ ബോണ്ട് ലെങ്ത് ഷോർട്ടർ ആയിരിക്കും. രണ്ട് ഓക്സിജൻ ആറ്റംസും അടുത്തടുത്തായിരിക്കും നിൽക്കുന്നത്. ഒന്നാമത് അവരുടെ സൈസും ചെറുതാണ്. കാർബണെ വെച്ച് നോക്കുമ്പോൾ ഓക്സിജൻ്റെ സൈസ് ചെറുതല്ലേ, കാർബണിൻ്റെ റൈറ്റ് സൈഡിലല്ലേ ഓക്സിജൻ വരിക പീരിയഡിൽ. സോ ബേസിക്കലി bond length of C2 is greater than of O2 molecule. That is correct. അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് 3 and 4 ആണ്. ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത് 3 and 4 ആണ്. നെക്സ്റ്റ്, വിച്ച് ഹാസ് ദ മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ്. മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ് വേണമെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് മോൾസ് നോക്കിയാൽ മതി. ഇപ്പോൾ 44 grams ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? ഗിവൺ മാസ് ബൈ മോളാർ മാസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മോൾ. 48 grams ഓഫ് O3 എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഓഫ് O3 എത്രയാണ്? O3 എന്ന് പറയുമ്പോൾ 48 തന്നെയല്ലേ മോളാർ മാസ് വരിക, 16. ഓക്സിജൻ 3 എണ്ണം ഉണ്ട്. സോ 48/48 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മോൾ. 8 grams ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? ഗിവൺ മാസ് ബൈ മോളാർ മാസ് 8/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 മോൾസ്. 64 grams ഓഫ് SO2 എന്ന് പറയുമ്പോൾ ഗിവൺ മാസ് ബൈ മോളാർ മാസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 64/64 that is equal to 1 mole. So basically number of moles കൂടുതൽ H2ലാണ്. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസും കൂടുതൽ H2ലായിരിക്കും. നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പറാണ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പറാണ്. സോ ബേസിക്കലി നമ്പർ ഓഫ് മോൾസ് ഇവിടെ കൂടുതലാണ്, സോ നമ്പർ ഓഫ് മോളിക്യൂൾസും ഇവിടെ കൂടുതലായിരിക്കും. നെക്സ്റ്റ്, which one of the following elements is unable to form MFX3 minus ion? Obviously സെക്കൻഡ് പീരീഡ് എലമെൻസിനൊന്നും ഡി ഓർബിറ്റൽസ് ഇല്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ ബോറോണിൻ്റെ മാക്സിമം കോവേലൻസ് എത്രയാണ്? ബോറോണിന് എത്ര ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും? മാക്സിമം നമ്പർ ഓഫ് ബോണ്ട്സ് ദാറ്റ് ഇറ്റ് ക്യാൻ ഫോം ഇസ് 4. മാക്സിമം നമ്പർ ഓഫ് ബോണ്ട്സ് ദാറ്റ് ഇറ്റ് ക്യാൻ ഫോം ഇസ് 4. കാര്യം എന്താ? ഡി ഓർബിറ്റൽസ് ഇല്ല, അതുകൊണ്ട് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ കോവേലൻസ്. നമ്പർ ഓഫ് ബോണ്ട്സ് ദാറ്റ് ഇറ്റ് ക്യാൻ ഫോം, അതാണല്ലോ കോവേലൻസ്. സോ ബോറോൺ
will be unable to form MFX3 minus. ബോറോണിന് വേണമെങ്കിൽ BF4 മൈനസ് ഫോം ചെയ്യാം. മാക്സിമം കോവേലൻസ് ഇസ് 4. BF4 മൈനസ് ഫോം ചെയ്യാം. പക്ഷെ അതിനപ്പുറം പോകാൻ പറ്റില്ല. നെക്സ്റ്റ്, it is because of the inability of NS2 electrons of the valence shell to participate in bonding that ഇത് basically inert pair effect in there. SN2 is reducing and PbF4 plus is oxidizing. കാര്യം എന്താ, നിങ്ങൾക്കറിയാം Pb2 plus is stable. കാര്യം inert pair effect കാരണം lower oxidation states will be stable, താഴത്തോട്ട് പോകും തോറും. Pb4 plus will be unstable, Pb2 plus will be stable. അപ്പോൾ Pb4 plus എന്ന് പറഞ്ഞൊരു സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അതെപ്പോഴും Pb2 plus ആവാൻ നോക്കും. അതായത് സ്വയം റെഡ്യൂസ് ചെയ്യാൻ നോക്കും. സ്വയം റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ബാക്കി ആരെങ്കിലും ഓക്സിഡൈസ് ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ളവരെ ഓക്സിഡൈസ് ചെയ്ത് സ്വയം റെഡ്യൂസ് ചെയ്യും. സോ Pb4 plus is a good oxidizing agent. നേരെ മറിച്ച് SN2 plus is a good reducing agent. കാര്യം SN2 plus എപ്പോഴും SN4 plus ആവാനേ നോക്കുള്ളൂ. അതായത് സ്വയം ഓക്സിഡൈസ് ആവാൻ നോക്കും. സ്വയം ഓക്സിഡൈസ് ആവണമെങ്കിൽ ബാക്കിയുള്ളവരെ റെഡ്യൂസ് ചെയ്യണം. സോ SN2 plus is a reducing agent. Pb4 plus is an oxidizing agent. കാര്യം എന്താ, ഇനേർട്ട് പെയർ എഫക്റ്റ് പറയുന്നത് Pb4 plus is unstable, Pb2 plus is stable. ഓക്കെ ആണോ മക്കളെ? സോ ബേസിക്കലി 4 ആണ് ആൻസർ ആയിട്ട് വരിക. റെഡി ആണോ? നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ്? COEN3 plus is paramagnetic and inner orbital complex. First of all understand, ഇതെല്ലാം COEN ആണ്. COEN3 plus എന്ന് പറയുമ്പോൾ COEN3 plus ഇവിടെ cobalt is in +3 oxidation state. cobalt +3 oxidation state എന്ന് പറയുമ്പോൾ 4s0 3d6 അല്ലേ വരിക? 4s0 3d6. And understand that EN is a strong field ligand. Cobalt 3 പ്ലസിൻ്റെ ഒപ്പം അമോണിയ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. EN സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. ഡെഫിനറ്റ്ലി EN ഒക്കെ എന്തായാലും സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പെയറിങ് എന്തായാലും നടക്കും. അപ്പോൾ കോൺഫിഗറേഷൻ എന്തായിരിക്കും? 3d6 എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 T2g ഓർബിറ്റൽസിൽ തന്നെ ഫില്ലായി പോവും അല്ലേ? കംപ്ലീറ്റ്ലി ഫിൽഡ് ആവും. അതായത് കംപ്ലീറ്റ്ലി പെയറിങ് നടക്കും. EG ഓർബിറ്റൽസിലൊന്നും ഉണ്ടാവില്ല. ഈ 2 EG ഓർബിറ്റൽസിലൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നതിലും നല്ലത് ഇങ്ങനെ വരച്ചാലാണ് കുറച്ചും കൂടി സെൻസ് ഉണ്ടാവുക. 1 2 3 4 5 6. അതായത് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവില്ല, ഡയാമാഗ്നറ്റിക് ആണ്. ആൻഡ് ഇറ്റ് ഇസ് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ്. കാര്യം ഇവിടെ ഹൈബ്രിഡൈസേഷൻ വരാൻ പോകുന്നത് എന്തായിരിക്കും? D2sp3 ആയിരിക്കും. ഹൈബ്രിഡൈസേഷൻ വിൽ ബി D2sp3. സോ ബേസിക്കലി ഡയാമാഗ്നറ്റിക് ആൻഡ് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ്. ഡയാമാഗ്നറ്റിക് ആൻഡ് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആയിരിക്കും. 4 ആയിരിക്കും ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. മനസ്സിലായോ മക്കളെ? ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ്, എ സിംഗിൾ കോമ്പൗണ്ട് ഓഫ് ദ സ്ട്രക്ചർ, ഇതാണ് സ്ട്രക്ചർ, ഇസ് ഒബ്റ്റെയിനബിൾ ഫ്രം ഓസോണോളിസിസ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈക്ലിക് കോമ്പൗണ്ട്സ്? ഇതിൽ ഏത് സൈക്ലിക് കോമ്പൗണ്ട് ഓസോണോളിസിസ് നടത്തിയാലാണ് ഇത് കിട്ടുക? വളരെ സിമ്പിളായിട്ടൊരു ടെക്നീക്ക് പറഞ്ഞുതരാം മക്കളെ. നിങ്ങൾക്കറിയാം ഓസോണോളിസിസിൻ്റെ പ്രോഡക്റ്റ് വന്നിട്ട് റിയാക്ടൻറ്റിലേക്ക് എത്തണമെങ്കിൽ ഈ ഓക്സിജനെ മാച്ച് കളയുക, ഈ കാർബണും തമ്മിൽ കാർബൺ ഡബിൾ ബോണ്ട് വരുത്തുക. അതാണല്ലോ ലോജിക്ക്. അതെല്ലാവർക്കും അറിയാമല്ലോ. ഓസോണോളിസിസ് വഴി കാർബണിൽ കോമ്പൗണ്ട്സ് കിട്ടും. അപ്പോൾ റിയാക്ടൻറ്റിനെ കിട്ടാനായിട്ട് ആ കാർബണിൽ ഓക്സിജൻസ് റിമൂവ് ചെയ്തിട്ട് കാർബൺ ഡബിൾ ബോണ്ട് വരുത്തുക. അതായത് ഇപ്പോൾ ഇങ്ങനെ 2 കാർബണിൽ ഗ്രൂപ്പ്സ് കിട്ടിയെന്ന് വിചാരിക്കുക. ഓസോണോളിസിസിന് ശേഷം നമുക്ക് റിയാക്ടൻറ്റിന് കിട്ടാനായിട്ട് ഈ ഓക്സിജനെ മാച്ചിട്ട് ഈ കാർബൺ ഡബിൾ ബോണ്ട് വരുത്തിയാൽ മതി. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബേസിക്കലി എല്ലാവരും നോക്കുക, അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നമ്പർ ചെയ്യുക. 1 2 3 4 5. അപ്പോൾ ഈ കാർബണും തമ്മിൽ ജോയിൻ ആയാൽ ഇറ്റ് ബി എ 5 മെമ്പേർഡ് റിംഗ്. അപ്പോൾ ജസ്റ്റ് ഒരു 5 മെമ്പേർഡ് റിംഗ് വരയ്ക്കുക റാൻഡമായിട്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്പർ ചെയ്യുക 1 2 3 4 5. നിങ്ങൾക്കറിയാം ഇവിടുത്തെ ഫസ്റ്റ് കാർബണും 5th കാർബണും തമ്മിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്. സോ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഇടുക. അതേപോലെ തന്നെ ഫസ്റ്റ് കാർബണിൽ ഒരു CS3 ഉണ്ട്. അപ്പോൾ ഇവിടെ CS3 ഇടുക. അതേപോലെ തന്നെ 3rd കാർബണിൽ വേറൊരു CS3 ഉണ്ട്. അപ്പോൾ 1 2 3 ഇവിടെയും ഒരു CS3 ഇടുക. ദിസ് വിൽ ബി ദ റിയാക്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരാൻ പോകുന്നത് 4 ആണ്. അഗെയിൻ 4 വിൽ ബി ദി ആൻസർ. ഓക്കെ, റെഡിയാണോ മക്കളെ? സെറ്റാണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ലിസ്റ്റ് 1 with list 2.
ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് തന്നിട്ടുണ്ട്, ഇലക്ട്രോ നെഗറ്റിവിറ്റി തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെ എലമെൻറ്റ്സ് ആണ്. 1s2 2s2 2p5 ഓബ്വിയസ്ലി ഇത് ഫ്ലൂറിനാണ്. 1s2 2s2 2p4 ഓക്സിജൻ ആണ്. 1s2 2s2 2p3 നൈട്രജൻ ആണ്. 1s2 2s2 2p6 3s2 3p4 ഇത് സൾഫറാണ്. അപ്പോൾ ബേസിക്കലി നിങ്ങൾക്കറിയാം ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ കിങ് ആരാ? ഫ്ലൂറിനാണ്. ഫ്ലൂറിൻ കഴിഞ്ഞിട്ട് ഓക്സിജൻ വരും, ഓക്സിജൻ കഴിഞ്ഞിട്ട് നൈട്രജൻ വരും, നൈട്രജൻ കഴിഞ്ഞാലൊക്കെ സൾഫർ, ക്ലോറിൻ, നൈട്രജൻ ക്ലോറിനൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. അത് കഴിഞ്ഞാലൊക്കെ സൾഫർ വരുള്ളൂ. സോ ഇവിടുത്തെ ഓർഡർ ഫ്ലൂറിൻ ഗ്രേറ്റർ ദാൻ ഓക്സിജൻ ഗ്രേറ്റർ ദാൻ നൈട്രജൻ ഗ്രേറ്റർ ദാൻ സൾഫർ ആയിരിക്കും. സോ ഇതിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഏതാ? 3.98 അതായിരിക്കും ഫ്ലൂറിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഹയസ്റ്റ് ഏതാ? 3.44. അത് കഴിഞ്ഞിട്ട് ഹയസ്റ്റ് ഏതാ? 3.04. അത് കഴിഞ്ഞിട്ട് ഹയസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഏതാ? 2.58. സോ എ പോകുന്നത് 4ലേക്ക്, ബി പോകുന്നത് 3ലേക്ക്, സോറി എ പോകുന്നത് 3ലേക്ക്, എ പോകുന്നത് 3ലേക്ക്, ബി പോകുന്നത് 4ലേക്ക്, സി പോകുന്നത് 1ലേക്ക്, ആൻഡ് ഡി പോകുന്നത് 2ലേക്ക്. സോ ബേസിക്കലി 3 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ 3 വിൽ ബി ദി ആൻസർ. ഓപ്ഷൻ 3 വിൽ ബി ദി ആൻസർ. ഓക്കെ ആണോ മക്കളെ? അതാണ് ലോജിക്. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സാറ് വേഷം മാറിയതൊന്നും ശ്രദ്ധിക്കേണ്ട മക്കളെ, ഇന്നലൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ദിവസത്തേക്ക് ബാക്കിയുള്ള റെക്കോർഡിങ് ചെയ്തത്. എല്ലാവരും നോക്കുക. ഫോർ എ മിക്സ്ചർ ഓഫ് HCl ആൻഡ് വാട്ടർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റിട്ടൺ. The solution exhibits negative deviation from Raoult's law. HCl and water നെഗറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പോസിറ്റീവ് ഡീവിയേഷൻസ് കാണിക്കുന്ന ആൾക്കാർ, നെഗറ്റീവ് ഡീവിയേഷൻസ് കാണിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് തന്നെ നിങ്ങൾക്കുണ്ട്. അതുപോലെ ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് ചോദ്യം വരുമല്ലോ. HCl and H2O നെഗറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുന്നത്. ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ്, സൊല്യൂഷൻ ബോയിൽസ് അറ്റ് എ ടെമ്പറേച്ചർ ഹയർ ദാൻ ദോസ് ഓഫ് ഏതർ കോമ്പണൻസ്. മക്കളെ ഇത് ബേസിക്കലി ഒരു അസിയോട്രോപ്പിൻ്റെ, ഇറ്റ്സ് ആൻ അസിയോട്രോപ്പിൻ്റെ ഡെഫിനേഷനാണിത്. ദിസ് ഈസ് എ ഡെഫിനേഷൻ ഓഫ് ആൻ അസിയോട്രോപ്പ്. അത് എന്ത് ടൈപ്പ് അസിയോട്രോപ്പ്? മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പിൻ്റെ ഡെഫിനേഷനാണിത്. അതായത് സൊല്യൂഷൻ ബോയിൽസ് അറ്റ് എ ടെമ്പറേച്ചർ ഹയർ ദാൻ ദോസ് ഓഫ് ഏതർ ഓഫ് ദ കോമ്പണൻസ്. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. ഈ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറയുമ്പോൾ ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് ആണ്. ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻസ് കാണിക്കുന്ന സൊല്യൂഷൻസ് ആണ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ HClഉം വെള്ളവും മിക്സ് ചെയ്തു എന്ന് വെച്ചാൽ അത് അസിയോട്രോപ്പ് ആവില്ല. അവർക്ക് നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ടെങ്കിലും അത് അസിയോട്രോപ്പ് ആവില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ, അപ്പോൾ ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അസിയോട്രോപ്പ് ആവുമോ? ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ടെങ്കിലും ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷനിലേ അത് അസിയോട്രോപ്പ് ആവുള്ളൂ. അസിയോട്രോപ്പ് ആവണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ മോൾ ഫ്രാക്ഷൻസിൽ അവരെ മിക്സ് ചെയ്യണം. അല്ലാണ്ട് നിങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ HNO3യും H2Oയും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നുണ്ട്, HClഉം H2Oയും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് അവർ മിക്സ് ചെയ്യുമ്പോൾ ഉടനടി അസിയോട്രോപ്പ് കിട്ടില്ല. ആ അസിയോട്രോപ്പിക് കോൺസെൻട്രേഷനിലേക്ക് എത്തണം. അതായത് ആ പെർട്ടിക്കുലർ മോൾ ഫ്രാക്ഷൻസിൽ അവരെ മിക്സ് ചെയ്താലാണ് അസിയോട്രോപ്പായിട്ട് മാറുക. ഗോട്ട് ഇറ്റ്? ഫോർ എക്സാമ്പിൾ ഞാൻ വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ തരാം. ഇപ്പോൾ എയും ബിയും സോൾവെൻ്റ് ആൻഡ് സൊല്യൂട്ട് എടുക്കുകയാണ്. ലെറ്റ് us say എയുടെ മോൾ ഫ്രാക്ഷൻ 0.2 ബിയുടെ മോൾ ഫ്രാക്ഷൻ 0.8 എത്തുമ്പോൾ അവർ അസിയോട്രോപ്പ് ആവുമെന്ന് വിചാരിക്കുക. ബാക്കി ഏത് മോൾ ഫ്രാക്ഷൻസ് എടുത്താലും അവർ അസിയോട്രോപ്പ് അല്ല. അസിയോട്രോപ്പ് ഇസ് അറ്റ് എ പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ. അവിടെയാണ് നമ്മൾ ആ സൊല്യൂഷനെ അസിയോട്രോപ്പ് എന്ന് വിളിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അല്ലാണ്ട് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നേരെ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് വിളിക്കരുത്. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ പല പല കോൺസെൻട്രേഷൻസിൽ നമുക്ക് ഫോം ചെയ്യാം. ഇപ്പോൾ HClഉം H2Oയും പല കോൺസെൻട്രേഷൻ ഓഫ് HCl ആൻഡ് H2O വെച്ചിട്ട് നമുക്ക് സൊല്യൂഷൻ ഫോം ചെയ്യാം. അതിൽ ഒരൊറ്റ പെർട്ടിക്കുലർ കോൺസെൻട്രേഷനിലെ അസിയോട്രോപ്പ് ഫോം ആവുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഫൈൻ. സോ ബേസിക്കലി ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് 1 is true but സ്റ്റേറ്റ്മെൻറ്റ് 2 is false. Okay, statement 1 is true but statement 2 is false. കാര്യം the solution boils at a temperature higher than those of either components എന്നുള്ളത് it's not always true.
Azeotropic concentration, it's true. It's not always true. മനസ്സിലായോ? HCl and H2O boils at a temperature higher than that of water and HCl is true at azeotropic concentration. Not always true. Next, for a cell involving 1 electron, E naught of cell is 0.59. The equilibrium constant for the cell reaction is. മക്കളെ നിങ്ങൾക്കറിയാം E naught of cellന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും 0.059 by n log of equilibrium constant. അല്ലേ, എന്നിൻ്റെ വാല്യൂ ഇവിടെ 1 ആണ്. അപ്പോൾ log of equilibrium constant is equal to E naught of cell divided by 0.059. E naught of cell എത്രയാ 0.59 divided by 0.059, that is equal to 10. അപ്പോൾ equilibrium constant എത്രയും മക്കളെ? equilibrium constant is equal to 10 power 10. Fine. So 3 ആണ് ആൻസർ ആയിട്ട് വരിക. റെഡി ആണോ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Consider the reaction Cl2 plus 2Br minus giving you 2Cl minus plus Br2. The EMF of the cell when concentration of Cl minus Br2 Br minus is 0.01 and Cl2 gas at 1 atm pressure will be. എല്ലാവരും നോക്കുക മക്കളെ, E cell is equal to E naught of cell minus 0.059 by എത്ര ഇലക്ട്രോൺസ് ഇൻവോൾവ് ആ? Cl2 to 2Cl minus 2 ഇലക്ട്രോൺസ് ഇൻവോൾവ് ആ അല്ലേ? 2 ഇലക്ട്രോൺസ് Cl2 plus 2 electrons giving you 2Cl minus. അങ്ങനെയാണല്ലോ, Cl2 2 ഇലക്ട്രോൺ എടുത്തിട്ടാണല്ലോ 2Cl minus ആവുന്നത്. So 0.059 by 2 log of concentration of Cl minus the whole square into concentration of Br2 divided by concentration of Br minus the whole square into pressure of Cl2. ആ pressure of Cl2 മറക്കരുത് കേട്ടോ, that is important. അപ്പോൾ E naught of cell എത്ര വരും? E naught of cell 0.29 minus 0.059 by 2 log of Cl minusൻ്റെ കോൺസെൻട്രേഷൻ എത്രയാ? എല്ലാത്തിൻ്റെ കോൺസെൻട്രേഷൻ 0.01. So 0.01 the whole square into 0.01 divided by 0.01 the whole square into 1 അല്ലേ? സോ ഇത് ക്യാൻസൽ ആയി പോവും. ലോഗ് ഓഫ് 0.01 എന്ന് വരും. ലോഗ് ഓഫ് 0.01 is -2. അപ്പോൾ ആ -2 ഈ 2 ആയിട്ട് ക്യാൻസൽ ആവും. ഇവിടെ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും 0.29 plus 0.059 ഇറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.35. അപ്പോൾ 2 ആയിരിക്കും ആൻസർ. കാര്യം ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന 2 ഇവിടെ ക്യാൻസൽ ആവുമല്ലോ. നിങ്ങൾക്കറിയാലോ ലോഗ് ഓഫ് 10 power -2 എന്ന് വരും. log of 10 power -2 is what? -2. ആ മൈനസും ഈ മൈനസും ക്യാൻസൽ ഇവിടെ പ്ലസ് വരും. പിന്നെ ആ 2 ഇവിടെ ക്യാൻസൽ ആയി പോകും. ഓക്കെ, സോ 0.35 ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ബേസിക് അമൈനോ ആസിഡ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ബേസിക് അമൈനോ ആസിഡ്? ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാം ലൈസീൻ ആണ്. മക്കളെ, ബേസിക് അമൈനോ ആസിഡ് എന്ന് പറയുമ്പോൾ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, നമുക്കൊരു അമൈനോ ആസിഡിൽ ഒഴിച്ചുകൂടാനാവാത്ത ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാർബോക്സിലിക് ആസിഡ് ഉണ്ട്, NH2 ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. ഇനി ഈ ഗ്രൂപ്പിൽ ഇഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് NH2, if NH2 groups ഇങ്ങനെ ഇടാം നമുക്ക്, നമ്പർ ഓഫ് NH2 ഗ്രൂപ്പ്സ് is greater than number of carboxylic acid group in the molecule, അപ്പോഴാണത് ബേസിക് ആവുക. അതായത് ഈ ഒരു NH2 കൂടാതെ വേറൊരു NH2 കൂടി ഉണ്ടെങ്കിൽ, സോ ദാറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് NH2 ഗ്രൂപ്പ് ഇസ് ഗ്രേറ്റർ ദാൻ ടോട്ടൽ നമ്പർ ഓഫ് COH. ടോട്ടൽ നമ്പർ ഓഫ് NH2 ഇൻ ദ മോളിക്യൂൾ ഇസ് ഗ്രേറ്റർ ദാൻ ടോട്ടൽ നമ്പർ ഓഫ് COH, അപ്പോഴാണ് അത് ബേസിക് ആവുക. ഇനിയിപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് COH ഗ്രേറ്റർ ആണെങ്കിലോ, ടോട്ടൽ നമ്പർ ഓഫ് COH ഗ്രേറ്റർ ദാൻ ടോട്ടൽ നമ്പർ ഓഫ് NH2 ആണെങ്കിൽ ദാറ്റ് ഇസ് അസിഡിക്. ഇനിയിപ്പോൾ രണ്ടും ഈക്വൽ ആണെങ്കിൽ ദാറ്റ് ഇസ് ന്യൂട്രൽ. സോ ബേസിക്കലി ഇവിടെ ആൻസർ വരുന്നത് ലൈസീൻ ആണ്. ലൈസീൻ്റെ സ്ട്രക്ചർ എന്താ മക്കളെ? Lysine is basically NH2, CH24, CH, NH2, COH. രണ്ട് NH2 ഗ്രൂപ്പും ഒരു കാർബോക്സിലിക് ആസിഡും. ലൈസിൻ ഇസ് എ ബേസിക് അമൈനോ ആസിഡ്. ഇത് നിങ്ങളെ ബയോമോളിക്യൂൾസ് പഠിപ്പിക്കുമ്പോൾ തന്നെ പറയുന്നതാണ്. ഓക്കെ, ലൈസിൻ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബേസിക് അമൈനോ ആസിഡാണ്. നെക്സ്റ്റ്, ദ ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട് എക്സ് ഇൻ ദ ഫോളോയിങ് കെമിക്കൽ റിയാക്ഷൻസ്. ഇത് ബേസിക്കലി ഈറ്റാർഡ് റിയാക്ഷനാണ്. ഈറ്റാർഡ് റിയാക്ഷൻ്റെ ഇൻ്റർമീഡിയറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈറ്റാർഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ CH3 ആണ്. ടൊളുവീനിൽ നിന്ന് ബെൻസാൽഡിഹൈഡ് ഉണ്ടാക്കലാണ് പണി.
അവിടെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്നത് ഇതാണ്. നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇൻ്റർമീഡിയറ്റ്. നമ്മൾ ടോളുവിനെ ക്രോമിൽ ക്ലോറൈഡ് ട്രീറ്റ് ചെയ്യുന്നു, കാർബൺ ഡൈസൾഫൈഡിൽ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് വരും. ഈ ഒരു ഇൻ്റർമീഡിയറ്റിനെ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോഴാണ്, ആസിഡിക് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബെൻസാൽഡിഹൈഡ് കിട്ടുന്നത്. ഓക്കെ ആണോ മക്കളെ? റെഡിയാണ്? ഓർത്ത് വയ്ക്കട്ടോ, ഇൻ്റർമീഡിയറ്റ്സ് ഒക്കെ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി അത് NCERT കൊടുത്തിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ്, വെൻ ഫീനോൾ ഇസ് ട്രീറ്റഡ് വിത്ത് എക്സസ് ഓഫ് ബ്രോമിൻ വാട്ടർ, ബ്രോമിൻ വാട്ടർ ഡീകളറൈസേഷൻ സംഭവിക്കും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ബ്രോമിൻ വാട്ടർ Br+ എന്ന ഇലക്ട്രോഫൈൽ വരുന്നു. ഇറ്റ് അറ്റാക്ക് ദി ഓർത്തോ പാരാ പൊസിഷൻസ് അല്ലേ, ഇറ്റ് അറ്റാക്ക് ദി ഓർത്തോ പാരാ പൊസിഷൻസ്. ഇത് തന്നെ കാർബൺ ഡൈസൾഫൈഡിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നോൺ പോളാർ, ഇതിപ്പോൾ പോളാർ സോൾവെൻ്റ് ആയതുകൊണ്ട് ട്രൈബ്രോമോ ഡെറിവേറ്റീവ് കിട്ടും. നോൺ പോളാർ ആണെങ്കിൽ മോണോബ്രോമോ ഡെറിവേറ്റീവ് കിട്ടും. അറിയാലോ മക്കളെ. ഇപ്പോൾ CS2 ആണെങ്കിൽ മോണോബ്രോമോ ഡെറിവേറ്റീവ് കിട്ടും, പാരാ ആൻഡ് ഓർത്തോ. പോളാർ ആയതുകൊണ്ട് ബേസിക്കലി BR ബോണ്ട് പെട്ടെന്ന് പൊട്ടാൻ പറ്റും മക്കളെ. പോളാർ ആകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ BR ബോണ്ട് പെട്ടെന്ന് പോയിട്ട് Br+ നല്ല എമൗണ്ടിൽ കിട്ടും ഇലക്ട്രോഫൈൽ. Br+ ഇലക്ട്രോഫൈൽ നല്ല എമൗണ്ടിൽ കിട്ടും. അപ്പോൾ നമുക്ക് ട്രൈബ്രോമോ ഡെറിവേറ്റീവ് ആണ് അവിടെ കിട്ടുക. ഗോഡ് ഇറ്റ്. സോ 68 ആൻസർ വരുന്നത് 4 ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് കറക്റ്റ് ഫോർ ഈഥൈൻ മോളിക്യൂൾ? ഈഥൈൻ മോളിക്യൂൾ കൺസിസ്റ്റ് ഓഫ് 2 സിഗ്മ ബോണ്ട്സ് അല്ല. ഈഥൈൻ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ഒരു സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ടും അല്ല. ഇറ്റ് ഹാസ് 1 പൈ ബോണ്ട്. തെറ്റ്. ഇറ്റ് ഈസ് എ നോൺ ലീനിയർ മോളിക്യൂൾ. നോ, ഇറ്റ് ഇസ് ലീനിയർ. ഇലക്ട്രോൺ ക്ലൗഡ് ബിറ്റ്വീൻ 2 കാർബൺ ആറ്റംസ് സിലിണ്ടറിക്കലി സിമെട്രിക്കൽ. അത് കറക്റ്റാണ് മക്കളെ. ലീനിയർ മോളിക്യൂൾസിലൊക്കെ ഇലക്ട്രോൺ ക്ലൗഡ് സിലിണ്ടറിക്കലി സിമെട്രിക്കൽ. നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. സിലിണ്ടറിക്കലി സിമെട്രിക്കൽ അബൌട്ട് ദ ഇന്റർന്യൂക്ലിയർ ആക്സിസ്. അതായത് നമ്മളിപ്പോൾ ഈഥൈൻ എടുക്കുകയാണ്, നിങ്ങൾ ഇതിൻ്റെ ഇലക്ട്രോൺസ് എവിടേക്കാണ് ഉള്ളത് നോക്കിക്കേ. അതേപോലെ തന്നെ പൈ ബോണ്ട് ഒന്ന് വരച്ച് നോക്കിക്കേ മക്കളെ. ഇപ്പോൾ പൈ ബോണ്ട് 2 പൈ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ഇങ്ങനെ ഉണ്ട്. പൈ ബോണ്ട് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇലക്ട്രോൺ ക്ലൗഡ് ക്യാൻ ബി ഓവർ ഹിയർ ഓർ ഓവർ ഹിയർ അല്ല. ഒരു പൈ ബോണ്ട് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ക്ലൗഡ് ഓൺ ദ ടോപ്പ് ആൻഡ് ഇലക്ട്രോൺ ക്ലൗഡ് ഓൺ ദ ബോട്ടം. അതേപോലെ ഒരു പൈ ബോണ്ടും കൂടി ഉണ്ട്. ഇങ്ങനെ ഒരു പൈ ബോണ്ടും കൂടി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇലക്ട്രോൺ ക്ലൗഡും ഇങ്ങനെ ഒരു ഇലക്ട്രോൺ ക്ലൗഡും. അപ്പോൾ നമ്മൾ ഈ ഇന്റർന്യൂക്ലിയർ ആക്സിസ് എടുക്കുമ്പോൾ സിമെട്രിക്കൽ അല്ല ഇലക്ട്രോൺ ക്ലൗഡ്. ഇതിൻ്റെ സിമെട്രി, അതേപോലെ തന്നെ ഇതിൻ്റെ സിമെട്രി. സോ ഇറ്റ് സിമെട്രിക്കൽ. അതായത് ചുറ്റും ഒരു ലീനിയർ മോളിക്യൂളിൻ്റെ ചുറ്റും ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ട്. അതാണ് പറഞ്ഞു വരുന്നത്. ബേസിക്കലി സിമെട്രിക്കൽ ആണ്. ദാറ്റ്സ് ഇറ്റ്. മേളിലുണ്ടെങ്കിൽ താഴ്ത്തും ഉണ്ടാവും, ഫ്രണ്ടിലുണ്ടെങ്കിൽ ബാക്കിലും ഉണ്ടാവും, സൈഡിലുണ്ടെങ്കിൽ ഈ സൈഡിലും ഉണ്ടാവും. അതാണ് സിമെട്രിക്കൽ, സിലിണ്ടറിക്കലി സിമെട്രിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ബേസിക്കലി 4 വിൽ ബി ദി ആൻസർ. ഓക്കെ. നെക്സ്റ്റ്, ഫ്ലൂറിൻ ഡസ് നോട്ട് ഫോം പോളിഹാലൈഡ് ആസ് ഇറ്റ് ഹാസ് ലോ F2 ബോണ്ട് എനർജി. അത് കറക്റ്റാണ് മക്കളെ. നിങ്ങളിപ്പോൾ I3- കുറിച്ച് കേട്ടിട്ടില്ലേ? I3- എങ്ങനെ ഉണ്ടാവുന്നത്? I2 I- ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട്, അതായത് ബേസിക്കലി I- I2യുടെ വേക്കൻ്റ് ഓർബിറ്റിലേക്ക് അറ്റാക്ക് ചെയ്യും. അങ്ങനെയാണ് I3- ഉണ്ടാവുന്നത്. ഇതാണ് ബേസിക്കലി I3- അല്ലേ? I3- ഉണ്ടാവുന്ന അങ്ങനെയാണ്. I2 I- I2നെ അറ്റാക്ക് ചെയ്യും. I2ലെ വേക്കൻ്റ് ഓർബിറ്റിലേക്ക് I- ഒരു കോർഡിനേറ്റ് ബോണ്ടായിട്ട് വരും. Is that clear? ഇങ്ങനെയാണ് I3- ഉണ്ടാവുന്നത്. ഇതേപോലെ തന്നെ F3- നിങ്ങൾ കേട്ടിട്ടുണ്ടോ? F3- കേട്ടിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 റീസൺ ഇസ് FF ബോണ്ട് എനർജി അത്രയ്ക്ക് സ്റ്റേബിൾ അല്ല. നിങ്ങൾക്കറിയാം ഫ്ലൂറിൻ ഇപ്പോൾ 2 ഫ്ലൂറിന് അടുത്ത് വരികയാണെങ്കിൽ തന്നെ എന്ത് പറ്റും? റിപ്പൾഷൻസ് വളരെ ഹൈ ആണ്. അപ്പോൾ മൂന്നാമത്തെ ഒരു ഫ്ലൂറിനും കൂടി അടുത്ത് വന്നു കഴിഞ്ഞാൽ പണി പാളില്ലേ? ഈ റിപ്പൾഷൻസ് ലോൺ പെയർ റിപ്പൾഷൻസ് വളരെ ഹൈ ആണ് മക്കളെ. ഫ്ലൂറിൻ ബോണ്ടിൽ ലോൺ പെയർ റിപ്പൾഷൻസ് വളരെ ഹൈ ആണ്. കാരണം ഫ്ലൂറിൻ ചെറുതാ, കുഞ്ഞാ. അപ്പോൾ ബോണ്ട്സ് വളരെ അടുത്താ. അപ്പോൾ ആ ഒരാളുടെ ലോൺ പെയറും മറ്റാളുടെ ലോൺ പെയറും തമ്മിലുള്ള റിപ്പൾഷൻസ് വളരെ ഹൈ ആണ്. അപ്പോൾ മൂന്നാമത്തെ ഒരു ഫ്ലൂറിനും വന്നു കഴിഞ്ഞാൽ കൊളാവും. അതേപോലെ തന്നെ ഡി ഓർബിറ്റൽസ് ഇല്ല, വേക്കൻറ്റ് ഡി ഓർബിറ്റൽസ് ഇല്ല. ഇപ്പോൾ F2 ഇവിടെ ഉണ്ട്. ഒരു F- അറ്റാക്ക് ചെയ്യാനായിട്ട് എവിടെ പോയി അറ്റാക്ക് ചെയ്യും? ഏതെങ്കിലും വേക്കൻറ്റ് ഡി ഓർബിറ്റൽ വേണ്ടേ? അയഡിന് അത് പറ്റും, കാര്യം വേക്കൻറ്റ് ഓർബിറ്റൽസ് ഉണ്ട്. ഫ്ലൂറിന് അത് പറ്റില്ല. So basically fluorine does not form polyhalide as it has low FF bond energy. That is correct. Chlorine has most negative electron gain enthalpy. That is also correct. So basically 70 answer വരുന്നത് 2 ആണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയിൽ ഏറ്റവും നെഗറ്റീവ് ക്ലോറിൻ അല്ലേ? ക്ലോറിൻ കഴിഞ്ഞിട്ടാണ് ഫ്ലൂറിൻ വരിക. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഫ്ലൂറിൻ്റെ ആണെന്നാണ്. പക്ഷെ നമുക്കറിയാം ഫ്ലൂറിൻ്റെ സ്മോൾ സൈസ് കാരണം അതിൻ്റെ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസ്
ആസ് എൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ മാഗ്നിറ്റ്യൂഡ് ഇസ് ലെസ്സർ ദാൻ നമ്മൾ വിചാരിക്കുന്ന എക്സ്പെക്റ്റഡ് വാല്യൂ. ഓക്കെ, ക്ലോറിനാണ് ഹാലജൻസിലെ ഹയസ്റ്റ് ഇലക്ട്രോൺ അഫിനിറ്റി അല്ലെങ്കിൽ ഹയസ്റ്റ് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. നെക്സ്റ്റ്, ദ കറക്റ്റ് ഓർഡർ ഓഫ് ഇൻക്രീസിങ് ബോണ്ട് ലെങ്ത്. മക്കളെ ഇവിടെ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഹൈഡ്രജൻ ഏറ്റവും ചെറിയ ആറ്റമാണ്. അപ്പോൾ കാർബൺ ഹൈഡ്രജൻ ബോണ്ടിനായിരിക്കും എന്തായാലും സൈസ് ഏറ്റവും കുറവ്. കാർബൺ ഹൈഡ്രജൻ, കാരണം ഹൈഡ്രജൻ ഏറ്റവും ചെറുതാണ്, അതിൻ്റെ ഓർബിറ്റൽസും വളരെ ചെറുതായിരിക്കും, ചെറിയ ബോണ്ടായിരിക്കും, അതിന് ബോണ്ട് ലെങ്ത് വളരെ ചെറുതായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും ഇതല്ല ആൻസർ, ഇതുമല്ല ആൻസർ. കാര്യം കാർബൺ ഹൈഡ്രജൻ ബോണ്ട് എന്തായാലും കാർബൺ ഓക്സിജൻ ബോണ്ടിലും വലുതായിരിക്കും. കാർബൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് എന്തായാലും കാർബൺ ഓക്സിജൻ സിംഗിൾ ബോണ്ടിലും വലുതായിരിക്കും, ചെറുതായിരിക്കും. കാര്യം എന്താണ്, ഓക്സിജൻ ഹൈഡ്രജനിലും വലുതാണ്. അപ്പോൾ ഈ ബോണ്ട് ലെങ്ത് എന്തായാലും ഇതിനേലും വലുതായിരിക്കും. ഈ രണ്ട് ഓപ്ഷൻ എടുത്തു കളയാം. അതേപോലെ തന്നെ ഈ ഓപ്ഷൻ എടുത്തു കളയാം. കാര്യം കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഒരിക്കലും കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടിനേലും വലുതാവാൻ പറ്റില്ല. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ഇസ് ഗ്രേറ്റർ ദാൻ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്. കാര്യം ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് ലെങ്ത് കുറയും. അപ്പോൾ ഈ മൂന്നെണ്ണം എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആൻസർ കിട്ടി. 1 വിൽ ബി ദി ആൻസർ. ഇത് എക്സ്പെരിമെൻ്റൽ ഡേറ്റ വെച്ചിട്ടും ഇത് പ്രൂവ് ചെയ്യാം, ഈ ലോജിക്ക് വെച്ചിട്ടും നമുക്കിത് പ്രൂവ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്, ദ മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ ഹാവിംഗ് ഡിബ്രോയ് വേവ് ലെങ്ത് 10⁻⁻17 s. എല്ലാവരും മക്കളെ, mv can be written as h by lambda. mv can be written as h by lambda. hന്റെ വാല്യൂ എന്താ, 6.625 into 10⁻⁻34. ലാംഡയുടെ വാല്യൂ എത്ര, 10⁻⁻17 കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഇസ് 6.625 into 10⁻⁻17. 3 will be the answer. 72 3 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4d 5p 5f 6p are arranged in order of decreasing energy. Correct option is, എനർജി അറിയാലോ, n+l. 4dയുടെ n+l വാല്യൂ എത്രയാ, 4 + 2 6. അതേപോലെ 5p എത്രയാ, 6. 5f എത്രയാ, 5 + 3 8 വരും. 6p എത്രയാ, 7 വരും. അപ്പോൾ ഇതിൽ ഏറ്റവും ഹയസ്റ്റ് 5f ആണ്. 5f ഹയസ്റ്റ്, അത് കഴിഞ്ഞിട്ട് 6p, അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടിനും സെയിം n+ അല്ല. അപ്പോൾ n-ൻ്റെ വാല്യൂ നോക്കുക. അപ്പോൾ 5f 6p 5p 4d. സോ ബേസിക്കലി 73 4 ആണ് ആൻസർ. ഓക്കെ ആണോ മക്കളെ, റെഡി ആണോടാ? നെക്സ്റ്റ്, കൺസിഡർ ദ ഫോളോയിങ് റിയാക്ഷൻസ് ഒക്കറിങ് ഇൻ എൻ ഓട്ടോമൊബൈൽ. ഈ ഒരു റിയാക്ഷൻ ഇതൊരു കമ്പഷൻ റിയാക്ഷൻ ആണ് കേട്ടോ, അതായത് ഒക്ടെയിൻ്റെ കമ്പഷൻ റിയാക്ഷൻ ആണ്. ദ സൈൻ ഓഫ് ΔH ΔS ΔG. കമ്പഷൻ റിയാക്ഷൻ ആയതുകൊണ്ട് എന്തായാലും എനർജി പുറത്തേക്ക് വരും. ΔH ഇസ് നെഗറ്റീവ്, ഓബ്വിയസ്ലി ΔH ഇസ് നെഗറ്റീവ്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഗ്യാസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യാണ്. ഇവിടെ 2 + 25 27 പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. ഇവിടെ 16 + 18 34 പാർട്ടിക്കിൾസ്. നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഇസ് ഇൻക്രീസിങ്, റാൻഡംനെസ് ഇൻക്രീസസ്. സോ ΔS ഇസ് പോസിറ്റീവ്, റാൻഡംനെസ് ഇൻക്രീസ് ആയതുകൊണ്ട്. അപ്പോൾ ΔG വിൽ ബി, ΔG ഇസ് ΔH - T ΔS. ഇത് നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഈ മൊത്തം വാല്യൂ നെഗറ്റീവ് ആവില്ലേ. ΔH ഇസ് നെഗറ്റീവ് ആൻഡ് ΔS ഇസ് പോസിറ്റീവ്. അപ്പോൾ ആ മൊത്തം വാല്യൂ എന്തായാലും നെഗറ്റീവ് ആവും അല്ലേ. ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. സോ ദ മൊത്തം വാല്യൂ എന്തായാലും നെഗറ്റീവ് ആയിരിക്കും അല്ലേ മക്കളെ. ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. അപ്പോൾ നെഗറ്റീവ് മൈനസ് a positive term, that is anyway total value എന്തായാലും നെഗറ്റീവ് ആയിരിക്കും. സോ ബേസിക്കലി നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് 74 2 ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ട്രാൻസിഷൻ മെറ്റീരിയൽ ഇസ് അസോസിയേറ്റഡ് വിത്ത് ദർ കാറ്റലിറ്റിക് ആക്ടിവിറ്റി. NCERT-യിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് മക്കളെ. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഇസ് ദി ആൻസർ. 75 2 ആണ് കേട്ടോ ആൻസർ. Next, given below are two statements. One is labeled as assertion, reasoning. Okay. Oxidation involves loss of electrons and reduction involves gain of electrons. That's correct. The overall reaction in which oxidation and reduction occurs simultaneously is called redox reaction. Assertion correct ആണ്, reasoning correct ആണ്, but reason is not the correct explanation. Two independent statements ആണ്. Assertion correct, reasoning correct. Okay, വളരെ simple statement. Find the value of ΔG0 for the reaction having equilibrium constant 4 × 10⁵ at 300 Kelvin. 300 Kelvinൽ ΔGയുടെ വാല്യൂ, ΔG0ൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ നമുക്കറിയാം ΔG0 is -2.303 RT log of Q. ഈ ഒരു ഇക്വേഷൻ ക്ലാസ്സുകളിലൊക്കെ നിങ്ങളെ പഠിപ്പിച്ചതാണ്. ΔG0 = -2.303 RT log of Q.
അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -2.303 ഇൻറ്റു 8.314 into 8.314 into temperature 300 into log of 4 into 10 power 5. Log of 4 into 10 power 5 ne നിങ്ങൾക്ക് ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. -2.303 into 8.314 into 300 into log of 4 plus log of 10 power 5. That is basically 0.6 plus 5. 5.6 എന്ന് വരും അല്ലേ. log of 4 plus 10 power 5 is 5.6. അപ്പോൾ this will be 5.6. ഓക്കെ ഫൈൻ. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് -32167 ആയിരിക്കും. -32167 ആണ്. പക്ഷെ അവർ മാഗ്നിറ്റ്യൂഡാണ് കൺസിഡർ ചെയ്തേക്കണേ എന്ന് തോന്നുന്നു. സോ 4 വിൽ ബി ദി ആൻസർ. കാര്യം ഇവിടെ മൈനസ് വാല്യൂ കൊടുത്തിട്ടില്ല, മാഗ്നിറ്റ്യൂഡാണ് അവർ കൺസിഡർ ചെയ്തിരിക്കുന്നത്. കാര്യം എല്ലാ ഓപ്ഷൻസിലും പോസിറ്റീവ് വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണോ? റെഡി ആണോ മക്കളെ? ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Given below are two statements. Beryllium and aluminium form amphoteric oxides. Beryllium and aluminium form amphoteric oxide. ഇപ്പോൾ നിങ്ങൾ BeOയും Al2O3യും എടുക്കുകയാണെങ്കിൽ ദേ ആർ ആംഫോട്ടറിക് ഓക്സൈഡ്സ്. കറക്റ്റാണ്, നമ്മുടെ NCERT തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബെറീലിയം ആൻഡ് അലൂമിനിയം ആർ മെറ്റലോയിഡ്സ്. അബ്സല്യൂട്ട്ലി റോങ്. ബെറീലിയം ആൻഡ് അലൂമിനിയം ആർ മെറ്റൽസ്. അലൂമിനിയം എന്നൊക്കെ പറഞ്ഞാൽ ഓബ്വിയസ് മെറ്റൽ, ബെറീലിയം മെറ്റലാണ്. സോ ബേസിക്കലി ഇത് തെറ്റാണ്. സോ 78ൻ്റെ ആൻസർ വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1 is true but statement 2 is false. Next, for a binary ideal liquid solution, the variation in total vapor pressure versus composition of the solution is given by. Obviously ഇതല്ലടാ, നമ്മുടെ റൗൾസ് ലോ ഗ്രാഫ് എങ്ങനെയാണ് വരിക? ഇതല്ലേ ടോട്ടൽ പ്രഷറിൻ്റെ ഗ്രാഫ്, ടോട്ടൽ വേപ്പർ പ്രഷറിൻ്റെ ഗ്രാഫ് ഇതല്ലേ വരിക. സോ ബേസിക്കലി ബി ആണ്, ആസ് ഇൻ 2 ആണ് ആൻസർ ആയിട്ട് വരിക. 79 ആൻസർ ഇസ് 2. നെക്സ്റ്റ്, given below are two statements. For a solution of AlCl3 in water, the Van 't Hoff factor is greater than 1. അല്ലേ, Van 't Hoff factor is greater than 1. കാര്യം എന്താണ്? ഡിസോസിയേഷൻ is happening. ഡിസോസിയേഷനിലൊക്കെ Van 't Hoff factor is greater than 1 അല്ലേ. I is greater than 1 for dissociation. കാര്യം എന്താ? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുതലാണ് ആഫ്റ്റർ ഡിസോസിയേറ്റിംഗ്. I is actual number of particles by number of particles taken. ഇപ്പോൾ AlCl3 പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ബേസിക്കലി ഐയുടെ വാല്യൂ എന്തായിരിക്കും? 4 ആയിരിക്കും അല്ലേ. The solubility of a gas is directly proportional to the pressure over the solutions at a given temperature. Solubility of the gas is directly proportional to the pressure over the solutions at a given temperature. അത് കറക്റ്റാ, പക്ഷെ അത് ഇതുമായിട്ടൊരു ബന്ധമില്ലല്ലോ. ഇതെന്തായാലും സ്റ്റേറ്റ്മെൻറ്റ് 1 സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റ് ആണോ നോക്കിയാൽ മതി. So statement 1 and statement 2 both are correct. Statement 1 and statement 2 both are correct. Next, C6H5 ഈ ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, ട്രീറ്റഡ് വിത്ത് വാട്ടർ. The above reaction results in 98% racemization. The reaction mainly follows. മക്കളെ ഇവിടെ 98% racemization എന്ന് പറയുമ്പോൾ തന്നെ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി SN1 മെക്കാനിസം. അതിൻ്റെ റീസൺ എന്താണ്? നിങ്ങൾ ഈ BR റിമൂവ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ ബെൻസൈൽ പ്ലസ് സെക്കൻഡറി കാർബോകാറ്റയോൺ. ബെൻസൈലുമാണ് സെക്കൻഡറിയുമാണ്. എക്സ്ട്രീംലി സ്റ്റേബിൾ കാർബോകാറ്റയോൺ നിങ്ങൾക്ക് അവിടെ കിട്ടും. അതേപോലെ തന്നെ ന്യൂക്ലിയോഫൈൽ വീക്കാണ്. വീക്ക് ന്യൂക്ലിയോഫൈൽ യൂഷ്വലി ട്രിഗർ ചെയ്യുന്നത് SN1 മെക്കാനിസമാണ്. SN2 യൂഷ്വലി നമുക്ക് സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ വേണം. അതിനേലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ ആണ്. സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എക്സ്ട്രീംലി ഹൈ ഓവർ ഹിയർ. ആൻഡ് 98% റെസമൈസേഷൻ ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി ഇവിടെ ആൻസർ വരാൻ പോകുന്നത് SN1 മെക്കാനിസം ബൈ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ ആണോ? ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Coordination compounds have great importance in biological system. In this context, which of the following statements is incorrect? Coordination compounds ചാപ്റ്ററിൽ ലാസ്റ്റ് ഭാഗം അല്ലേ, NCERT-ലുണ്ട്. Chlorophylls are green pigments in plants and contains no calcium അല്ല, magnesium അല്ലേ. സോ ബേസിക്കലി അത് തന്നെയാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അവിടെ തന്നെ നമുക്ക് ആൻസർ കിട്ടി. കോർഡിനേഷൻ കോമ്പൗണ്ട്സിലെ ലാസ്റ്റ് ഭാഗം, യൂസസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്.
Okay, next, which one has the lowest boiling point? Group 15 hydrides. Group 15 hydrides phosphine ആണ് lowest boiling point. അത് കഴിഞ്ഞിട്ട് ASH3 വരും, അത് കഴിഞ്ഞിട്ട് NH3 വരും. എക്സ്പെക്റ്റഡ് NH3ക്കാണ് ലോവസ്റ്റ് വരേണ്ടത്, കാര്യം സൈസ് കുറവാണ്. സൈസ് കുറയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് ജനറലി കുറവാണ്, പക്ഷേ ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് SbH3 വരും, അത് കഴിഞ്ഞിട്ട് BiH3 വരും, അത് കഴിഞ്ഞിട്ട് BiH3 വരും. ഓക്കെയാണ് മക്കളെ. സോ ഫോസ്ഫീൻ ഇസ് എ ലോവസ്റ്റ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് NH3 ലോവസ്റ്റ് ആവാനാണ്, കാര്യം സൈസ് കുറവാണ്. ബട്ട് NH3 ഹാസ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഓക്കെ, അപ്പം അതുകൊണ്ട് മൂന്നാമത്തെ പൊസിഷനിൽ വരും. നെക്സ്റ്റ്, ദ പ്രോഡക്റ്റ് ഫോം ഫ്രം ദ ഫോളോയിങ് റിയാക്ഷൻ സീക്വൻസ്. ഇവിടെ എന്താണ് മക്കളെ, നമുക്കൊരു സയനൈഡ് ഗ്രൂപ്പ് ഉണ്ട്. നമ്മൾ ആദ്യം LiAlH4H2 ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. LiAlH4H2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സയനൈഡ് റെഡ്യൂസ് ചെയ്ത് പ്രൈമറി അമീൻ തരും അല്ലേ, CH2NH2 തരും. എന്നിട്ട് NaNO2 ആൻഡ് HCl ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. പിന്നെ H2 ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ഡയസോണിയം കയറി വരും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയസോണിയം ഭയങ്കര അൺസ്റ്റേബിളാണ്. ഡയസോണിയം ക്ലോറൈഡ് കയറി വരും, ഇറ്റ് ഇസ് വെരി അൺസ്റ്റേബിൾ. ഉടനടി അവിടെ ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത് അവിടേക്ക് ആൽക്കഹോൾ വരും. കാര്യം നിങ്ങൾക്കറിയാം ആലിഫാറ്റിക് ഡയസോണിയം ക്ലോറൈഡ്സ് ആർ എക്സ്ട്രീംലി അൺസ്റ്റേബിൾ. സോ ബേസിക്കലി അവിടേക്ക് ആൽക്കഹോൾ കയറി വരും. നമ്മുടെ കൺട്രോളിലല്ല റിയാക്ഷൻ നിൽക്കുന്നത്, ഉടനടി ആൽക്കഹോൾ അവിടെ ഫോം ആവും. ഓക്കെ, നിങ്ങളായിട്ടൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ആ വെള്ളം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ സൂക്ഷിച്ച് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല ഈ റിയാക്ഷൻ. ആലിഫാറ്റിക് ഡയസോണിയം ഫോം ആയാൽ തന്നെ അപ്പം തന്നെ അതിലുള്ള വെള്ളത്തിൻ്റെ മോളിക്യൂൾ ന്യൂക്ലിയോഫൈലായിട്ട് വന്ന് അറ്റാക്ക് ചെയ്ത് ആൽക്കഹോൾ ഫോം ചെയ്യും. നിങ്ങളുടെ കയ്യിലല്ല ഈ റിയാക്ഷൻ നിൽക്കുക. ഓക്കെ, പക്ഷേ അരോമാറ്റിക് ഡയസോണിയം നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പോൾ നമ്മൾക്കറിയാം ഇപ്പോൾ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഫോം ചെയ്ത് അതിൽ നിന്ന് നമുക്ക് വേണ്ട പ്രോഡക്ട്സ് നമുക്ക് പല റിയാക്ഷൻസിൽ നിന്ന് പല പ്രോഡക്ട്സ് കിട്ടും അല്ലേ. പക്ഷേ ഇവിടെ അത് ചെയ്യാൻ പറ്റില്ല, ആൽക്കഹോൾ ആയിരിക്കും ഫൈനൽ പ്രോഡക്റ്റ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഇസ് അപ്രോപ്രിയേറ്റ് ഫോർ കൺവേർട്ടിംഗ് അസറ്റാമൈഡ് CH3CO NH2 ടു മെത്തനാമൈൻ CH3NH2? ഇതേതാ മക്കളെ? ഹോഫ്മാൻ ബ്രോമോമൈഡ് റിയാക്ഷൻ അല്ലേ, ഹോഫ്മാൻ ബ്രോമോമൈഡ് റിയാക്ഷൻ ആണ് ആൻസർ. ഇവിടെയല്ല, ബേസിക്കലി അമൈഡിൽ നിന്ന് അമീൻ വിത്ത് ദ റിമൂവൽ ഓഫ് എ കാർബൺ അല്ലേ. NaOH in presence of bromine in presence of NaOH. ഓക്കെയാണ് മക്കളെ. ഹോഫ്മാൻ ബ്രോമോമൈഡ് റിയാക്ഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു മിനിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് ദ ബോണ്ട് എനർജീസ് ഓഫ് BR and HBr are 433, 192, 364 respectively, the delta H for this reaction. മക്കളെ, delta H naught is nothing but bond energy, total bond energy of all the bonds of reactants minus products എടുക്കേണ്ടത്. അപ്പോൾ എല്ലാവരും നോക്കുക മക്കളെ, ഇവിടെ ബോണ്ട് എനർജി ഓഫ് HH ബോണ്ട് ഒരെണ്ണമുണ്ട് റിയാക്ടൻറ്റ് സൈഡിൽ. അതേപോലെ തന്നെ ബോണ്ട് എനർജി ഓഫ് Br2 ബോണ്ട് കാര്യം ഒരെണ്ണമുണ്ട് റിയാക്ടൻറ്റ് സൈഡിൽ, -2 into ബോണ്ട് എനർജി ഓഫ് HBr ബോണ്ട്. കാര്യം HBr ബോണ്ട് രണ്ടെണ്ണമുണ്ട്, 2 HBr ഉണ്ട് പ്രോഡക്റ്റ് സൈഡിൽ. And always understand reactant minus products എടുക്കേണ്ടത്. Enthalpy of reaction is bond energy of all the bonds of reactants minus that of products. അപ്പോൾ ഇവിടെ ബോണ്ട് എനർജി ഓഫ് H2 എത്ര? 433, Br2 എത്ര? 192, -2 into 364, that is equal to -103 അല്ലേ വരിക, -103 ആണ് വരിക. ഓക്കെ, സോ 86ൻ്റെ ആൻസർ 4 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ ഈഥൈനെ, എടാ ഇവിടെ പ്രോഡക്റ്റ് എന്താ? ഇവിടെ പ്രോഡക്റ്റ് ഇസ് ആക്ച്വലി CH3CHO അല്ലേ, CH3CHO. എത്തനാലായിരിക്കും പ്രോഡക്റ്റ്? ഈഥൈൻ H2SO4 and Hg2 plus CH3CHO കിട്ടും. എത്തനാൽ ഇസ് എ പ്രോഡക്റ്റ്. എത്തനാൽ will not give എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് വിൽ ഗിവ് ടോളൻസ്, ഇറ്റ് വിൽ ഗിവ് ബ്രാഡീസ് എന്ന് പറഞ്ഞാൽ 2,4 DNP ടെസ്റ്റ്.
ഇറ്റ് വിൽ നോട്ട് ഗിവ് ലൂക്കാസ് ടെസ്റ്റ് ആൽക്കഹോൾസിനെ ആഡ് ഫോം തരും. സോ ബേസിക്കലി 3 ആണ് ആൻസർ. 87 3 ആണ് കേട്ടോ ആൻസർ. 87 3 ഇസ് ദി ആൻസർ. നെക്സ്റ്റ് കെമിക്കൽ ബോണ്ടിങ്ങിലെ ക്വസ്റ്റ്യൻ. ഇത് ഏറ്റവും സുപരിചിതമായ സംഭവമാണ് മക്കളെ. ഷെയ്പ്പും മോളിക്യൂൾസും, അതും സെനൻ കോമ്പൗണ്ട്സിൻ്റെ. XeO2F2 എന്ന് പറയുമ്പോൾ XeO2F2ൻ്റെ ഷേപ്പ് എന്താണ്? XeO2F2 ഇസ് ബേസിക്കലി നിങ്ങൾ ഹൈബ്രിഡൈസേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ എത്ര വരും മക്കളെ? ഹൈബ്രിഡൈസേഷൻ വിൽ ബി 8+2. അറിയാലോ ഹൈബ്രിഡൈസേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഹൈബ്രിഡൈസേഷൻ ഇസ് നത്തിങ് ബട്ട്, ഞാനിപ്പോൾ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യാം ഇവിടെ. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഓൺ സെൻട്രൽ ആറ്റം 8 പ്ലസ് നമ്പർ ഓഫ് മോണോവാലന്റ് ആറ്റംസ് മൈനസ് കാറ്റയോൺ ചാർജ് പ്ലസ് ആനിയോൺ ചാർജ്. കാറ്റയോൺ ചാർജ് ഇല്ല, ആനിയോൺ ചാർജ് ഇല്ല. ഡിവൈഡ് ദാറ്റ് ബൈ 2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ഹൈബ്രിഡൈസേഷൻ 5. നമ്പർ ഓഫ് സിഗ്മ ബോൺസ് എത്രയാണ്? നമ്പർ ഓഫ് സിഗ്മ ബോൺസ് ഇസ് നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റംസ് 4. അപ്പോൾ നമ്പർ ഓഫ് ലോൺ പെയർസ് എത്രയാണ്? നമ്പർ ഓഫ് ലോൺ പെയർസ് ഇസ് ഹൈബ്രിഡൈസേഷൻ മൈനസ് സിഗ്മ ബോണ്ട്, ദാറ്റ് ഇസ് 5 മൈനസ് 4, ദാറ്റ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഒരു ലോൺ പെയർ 4 സിഗ്മ ബോണ്ട്, ഒരു ലോൺ പെയർ 4 സിഗ്മ ബോണ്ടും ആണെങ്കിൽ എന്താണ് മക്കളെ? ഇറ്റ് ഈസ് ബേസിക്കലി ട്രയാഗണൽ ബൈ പിരമിഡൽ. ആ ട്രയാഗണൽ ബൈ പിരമിഡലിൽ നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് ഒരു ലോൺ പെയർ ഉണ്ട്. ആൻഡ് ലോൺ പെയർ ഷുഡ് ഓൾവേസ് ബി പ്ലേസ്ഡ് ഇൻ ഇക്വട്ടോറിയൽ പൊസിഷൻ. അതേപോലെ തന്നെ ഇവിടെ ഫ്ലൂറിൻ ഇവിടെ വരും, ഇവിടെ ഡബിൾ ബോണ്ടഡ് ഓക്സിജൻ, ഇവിടെയും ഡബിൾ ബോണ്ടഡ് ഓക്സിജൻ. ഇതാണ് ഷേപ്പ് വരിക XeO2F2ൻ്റെ. അപ്പോൾ ഇവിടെ ഷേപ്പ് എടുക്കുമ്പോൾ ഇത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ബേസിക്കലി സീസോ. സോ എയുടെ സീസോ ആണ് 4 വരും. ബിയുടെയോ? ഇപ്പോൾ XeF2 എന്ന് പറയുമ്പോൾ ഹൈബ്രിഡൈസേഷൻ്റെ വാല്യൂ എത്രയാണ്? നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് 8, നമ്പർ ഓഫ് മോണോവാലന്റ് ആറ്റംസ് അറ്റാച്ച് 2, 8 + 2/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അഗെയിൻ ട്രയാഗണൽ ബൈ പിരമിഡൽ ജോമെട്രി ആയിരിക്കും. ഷേപ്പ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്പർ ഓഫ് സിഗ്മ ബോൺസ് എത്രയാണ്? 2. നമ്പർ ഓഫ് ലോൺ പെയർസ് എത്രയാണ്? 5 - 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ 3 ലോൺ പെയർസ് 2 സിഗ്മ ബോണ്ട്. 3 ലോൺ പെയർസ് 2 സിഗ്മ ബോണ്ട് എന്ന് പറയുമ്പോൾ ഈ ലോൺ പെയർസ് എപ്പോഴും ഇക്വട്ടോറിയൽ പൊസിഷൻസിൽ കൊണ്ടുവന്നിടണം. ഇവനെ ഇങ്ങനെ ഇടുക, 2 ഫ്ലൂറിനെ ഇങ്ങനെ ഇടുക. സോ ബേസിക്കലി ദാറ്റ് വിൽ ബി ലീനിയർ. ബി വരുന്നത് ലീനിയർ ആണ്. നെക്സ്റ്റ് സിയോ XeF4 ഹൈബ്രിഡൈസേഷൻ എത്രയാണ് മക്കളെ? ഹൈബ്രിഡൈസേഷൻ ഇസ് 8 + 4/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അതായത് sp3d2 ആണ്. sp3d2 നമ്പർ ഓഫ് സിഗ്മ ബോൺസ് എത്രയാണ്? നമ്പർ ഓഫ് സിഗ്മ ബോൺസ് 4. കാര്യം 4 സറൗണ്ടിങ് ബോൺസ് ഉണ്ട്. നമ്പർ ഓഫ് ലോൺ പെയർസ് എത്രയാണ്? നമ്പർ ഓഫ് ലോൺ പെയർസ് ഇസ് ഹൈബ്രിഡൈസേഷൻ മൈനസ് നമ്പർ ഓഫ് സിഗ്മ ബോൺസ് 6 - 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ നമ്പർ ഓഫ് ലോൺ പെയർസ് 2, നമ്പർ ഓഫ് സിഗ്മ ബോൺസ് 4. അപ്പോൾ ഇവിടെ ജോമെട്രി വരാൻ പോകുന്നത് അറിയാലോ മക്കളെ. സ്ക്വയർ പ്ലെയിനാർ ആണ് അല്ലേ? ലോൺ പെയർസ് ഓപ്പോസിറ്റ് ഇതിലേക്ക് ഇടുക, അതായത് ഓപ്പോസിറ്റ് പൊസിഷൻസിൽ ഇടുക, 180 സെപ്പറേഷനിൽ. ബിക്കോസ് മാക്സിമം സെപ്പറേഷൻ വേണ്ടി വരുമല്ലോ. ഗോട്ട് ഇറ്റ്? സോ സിയുടെ വരുന്നത് സ്ക്വയർ പ്ലെയിനാർ ആണ്. അതേപോലെ തന്നെ ഡി വരുന്നത് പിരമിഡലായിരിക്കും. അത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ 4 3 2 1 88 4 ആണ് ആൻസർ. 88 4 ആണ് ആൻസർ. നെക്സ്റ്റ് കോമ്പൗണ്ട്സും അതിൻ്റെ പേരുകളും തന്നിട്ടുണ്ട്, മാച്ച് ചെയ്താൽ മതി. സയനോഹൈഡ്രിൻ എന്ന് പറയുമ്പോൾ സയനോഹൈഡ്രിൻ ഫോർമേഷന് വേണ്ടിയിട്ട്, അതായത് ബേസിക്കലി ഓക്കെ ഇവിടെ നോക്കിക്കുക, റിയാക്ഷൻ ഓഫ് കാർബണിൽ കോമ്പൗണ്ട് വിത്ത് പ്രോഡക്ട്സ് ഫോംഡ്. അതായത് കാർബണിൽ കോമ്പൗണ്ടിനെ ഇവന്മാരായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ്. കാർബണിൽ കോമ്പൗണ്ടിനെ ഹൈഡ്രോക്സിൽ അമീനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഓക്സൈൻ ഫോം ചെയ്യും അല്ലേ? അപ്പോൾ ഡി നേരെ 1ലേക്ക് വരും. കാർബണിൽ കോമ്പൗണ്ട്സിനെ RNH2 ആയിട്ട് അറ്റാക്ക് ചെയ്യിപ്പിക്കുമ്പോൾ പ്രൈമറി അമീൻസ് ആയിട്ട് അറ്റാക്ക് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് സ്കിഫ്സ് ബേസ് കിട്ടും. സോ C2ലേക്ക്. ആൽക്കഹോൾ അറ്റാക്ക് ചെയ്യിപ്പിക്കുമ്പോൾ ആദ്യം ഹെമി അസെറ്റാൽ കിട്ടും, പിന്നെ അസെറ്റാൽ കിട്ടും. സോ ബേസിക്കലി B3ലേക്ക് HCN ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ സയനോഹൈഡ്രിൻ. സോ ബേസിക്കലി A4 B3
A4 B3 C2 D1 അല്ലേ? ഇതാണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണ് മക്കളെ. നെക്സ്റ്റ്, മാച്ച് ലിസ്റ്റ് 1 with list 2. Match list 1 with list 2. Gabriel Thalamide synthesis. Amine with lesser number of carbon atoms. Reaction of alkyl halides with NH3. Reaction of thalamide. A3 അല്ലേ പോവാ. Carbylamine reaction. Used for detection of primary amines. അല്ലേ, carbylamine reactionല് basically isocyanide form ചെയ്യും, foul smelling. Ammonolysis. Reaction of alkyl halides with NH3. Correct. Hoffman bromamide reaction. Amines with lesser number of carbons. So A3 B4 A3 B4 C2 D1 അല്ലേ? സോ ബേസിക്കലി 90യുടെ ആൻസർ എന്താണ്? 2 ആണ് വരിക. A3 B4 C2 D1. കറക്റ്റ് ആണോ മക്കളെ? നെക്സ്റ്റ്, അസറ്റോഫീനോൺ ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ, നമുക്ക് നോക്കാം. ഓക്സിഡേഷൻ ഓഫ് ഫീനൈൽ 1 ഫീനൈൽ എഥനോൾ. 1 ഫീനൈൽ എഥനോൾ എന്ന് പറയുമ്പോൾ 1 ഫീനൈൽ എഥനോൾ ഇസ് ബേസിക്കലി ദിസ്. ഇതാണ് 1 ഫീനൈൽ എഥനോൾ. ഇതിനെ ഓക്സിഡൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബേസിക്കലി അസറ്റോഫീനോൺ കിട്ടും. കറക്റ്റാ, അസറ്റോഫീനോൺ കിട്ടും. സോ ബേസിക്കലി ഇവൻ കറക്റ്റാ, ആദ്യത്തെ കറക്റ്റാ. റിയാക്ഷൻ ഓഫ് ബെൻസാൽഡിഹൈഡ് വിത്ത് മീഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ്, അതെന്തായാലും അസറ്റോഫീനോൺ കിട്ടില്ല. കാര്യം ബെൻസാൽഡിഹൈഡ് ആൽഡിഹൈഡാ. അവനെ നമ്മൾ CH3MgBr ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഗ്രിഗ്നാർ റിയേജൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ആൽക്കഹോളാണ്. വി വുഡ് ഗെറ്റ് ആൽക്കഹോൾ അല്ലേ? അതും സെക്കൻഡറി ആൽക്കഹോൾ. ഓക്കെ, ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ ഓഫ് ബെൻസീൻ വിത്ത് അസറ്റൈൽ ക്ലോറൈഡ്. CH3COCl നമുക്ക് എന്ത് കിട്ടും? COCH3 കിട്ടും അല്ലേ? അപ്പോൾ അതും കറക്റ്റാ, ഇവനും തരും. റിയാക്ഷൻ ഓഫ് അനിസോൾ വിത്ത് നൈട്രേഷൻ. ഇവിടെ ബേസിക്കലി എന്താ നടക്കുന്നത്? HNO3 ആൻഡ് H2SO4 ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നൈട്രേഷനാണ് നടക്കുക. ബേസിക്കലി OCH3 ആൻഡ് NO2 പാരാ പൊസിഷനിൽ. ഓർത്തോ പ്രോഡക്റ്റും കിട്ടും, പാരാ പ്രോഡക്റ്റും കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ ആക്ച്വലി തരുന്നത് ആരൊക്കെയാ? ഫസ്റ്റ് റിയാക്ഷനും തേർഡ് റിയാക്ഷനും 1 and 3. ഓക്കെ, 1 and 3 will be the answer. So 91 1 ആണ്. Next, oxidation of toluene with CrO3 in the presence of CH3CO twice O acetic anhydride gives a product A which on treatment with aqueous NaOH produces. മക്കളെ, ഇതിൽ ആദ്യത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് ടോളുവീൻ in presence of CrO3 and acetic anhydride നമുക്ക് എന്ത് തരും? ബെൻസാൽഡിഹൈഡ് തരും സാറേ. NCERTയിലുള്ള റിയാക്ഷൻ അല്ലേ? ഈറ്റാർ റിയാക്ഷൻ്റെ ഒപ്പം നിങ്ങൾ പഠിച്ചൊരു റിയാക്ഷനാണിത്. ഈ ബെൻസാൽഡിഹൈഡിനെ നമ്മൾ NaOH ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Cannizzaro reaction. This is basically Cannizzaro reaction, CO minus Na plus and benzyl alcohol. മക്കളെ, Cannizzaro റിയാക്ഷനിൽ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് സോഡിയം സോൾട്ടോ കബോക്സിലിക് ആസിഡ് ആണ് ഫോം ചെയ്യുക. അതിനെ സോഡിയം സോൾട്ടോ കബോക്സിലിക് ആസിഡ് ഫോം ചെയ്യും. അതിനെ പ്രോട്ടോണേറ്റ് ചെയ്താലാണ് കബോക്സിലിക് ആസിഡ് വരിക. അതെപ്പോഴും മനസ്സിൽ വെക്കുക. ഓക്കെ, സോ ഇറ്റ് പ്രൊഡ്യൂസസ് 1 will be the answer. Okay, sodium salt of benzoic acid. Got it? Next, phenyl isocyanide are prepared from which of the following reaction? Phenyl isocyanide എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക്കലി അനിലീനെ എടുക്കുക, ക്ലോറോഫോം വെച്ചിട്ട് ട്രീറ്റ് ചെയ്യൂ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യൂ, നമുക്ക് എന്ത് കിട്ടും? ഫീനൈൽ ഐസോസയനൈഡ് അല്ലേ? കാർബിലമീൻ റിയാക്ഷൻ. സോ 93 ബേസ് ആൻസർ വരാൻ പോകുന്നത് 2 ആണ് അല്ലേ? കാർബിലമീൻ റിയാക്ഷൻ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇസ് മോസ്റ്റ് ബേസിക്? ഇതല്ല, റെസണൻസിലുണ്ട്, അതേപോലെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ട്. ഇതിലും ഈ ലോൺ പെയർ ഇസ് ഇൻ റെസണൻസ്, ഇവിടെയും ഈ ലോൺ പെയർ ഇസ് ഇൻ റെസണൻസ്. ഈ മൂന്നെണ്ണത്തിലും ഈ ലോൺ പെയർ ബേസിക്കലി
ഇസ് ഇൻ റെസണൻസ്. പക്ഷേ ഇവിടുത്തെ ലോൺ പെയർ ഇസ് നോട്ട് ഇൻ റെസണൻസ്, ഈസിലി അവൈലബിൾ ആണ്. സോ അവിടെ തന്നെ നമുക്ക് ആൻസർ കിട്ടിട്ടു. റെസണൻസിൽ ലോൺ പെയർ അവൈലബിലിറ്റി ആണ് ബേസിക് സ്ട്രെങ്ത് തീരുമാനിക്കുന്നത്. റെസണൻസിലുള്ള ലോൺ പെയർ ഇസ് നോട്ട് ഈസിലി അവൈലബിൾ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കറക്റ്റ് ഓർഡർ ഓഫ് അസിഡിക് സ്ട്രെങ്ത്? എല്ലാവരും നോക്കുക. ബേസിക്കലി ഹാലജൻ ഡെറിവേറ്റീവ് ഓഫ് ബ്യൂട്ടനോയിക് ആസിഡാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം Cl എന്ന് പറയുന്ന ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. അപ്പോൾ ആ Cl ഏറ്റവും അടുത്തുള്ളത് ഇതിലാണ്, COHൻ്റെ. നിങ്ങൾക്കറിയാം അസിഡിക് സ്ട്രെങ്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അടുത്തുണ്ടെങ്കിൽ സ്ട്രെങ്ത് കൂടും. അപ്പോൾ ബേസിക്കലി 1 തന്നെയാണ് വരിക. കാരണം Cl ഇവിടെ COHൻ്റെ തൊട്ടടുത്താണ്. ഇവിടെ കുറച്ച് ദൂരെയുണ്ട്, ഇവിടെ ഏറ്റവും ദൂരെയാണ്. അപ്പോൾ 1 ആണ് ആൻസർ ആയിട്ട് വരിക. Next, the radius of hydrogen atom in the ground state is 0.53. The radius of Li2 plus in a similar state. അതായത് Li2 plus ന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ റേഡിയസ് which is equal to 0.53 into n square by z. That is nothing but 0.53 into n എന്ന് പറയുമ്പോൾ 1, z എന്ന് പറയുമ്പോൾ 3. Close to 0.17 വരും അല്ലേ? 0.17 will be the answer. Next questions are already solved ചെയ്ത് വെച്ചിരുന്നതാണ്. ബട്ട് എനിവേ എല്ലാവരും നോക്കുക. The half-life period of a first order chemical reaction is 7 minutes. The time required for the completion of 99% of chemical reaction will be. Half-life period of a first order chemical reaction is 7 minutes. Time required for the completion of 99% of chemical reaction. നമുക്കറിയാം ടൈം ഇസ് നത്തിങ് ബട്ട് 1/k ln of A0/AT. ഈ കെനെ നമുക്ക് 0.693/T1/2 എന്നിടാം. അപ്പോൾ T1/2 മേളിലേക്ക് പോവും, T1/2 ഇങ്ങോട്ട് വരും. ln of A0/99% കംപ്ലീഷൻ എന്ന് പറയുമ്പോൾ 1% ഇസ് ലെഫ്റ്റ്. ദാറ്റ് ഈസ് 1% ഓഫ് A0. ദാറ്റ് ഈസ് A0/100 ഇസ് ലെഫ്റ്റ്. അപ്പോൾ ഇവിടെ T1/2 പകരം 7 കൊടുക്കാം. 7/0.693 പകരം 0.7 എന്ന് കൊടുക്കാം. അപ്രോക്സിമേറ്റ്ലി ln of A0 പോയി ln of 100 വരും. 7/0.7 into ln of 100 പകരം 2.303 log of 100 ഇടാം. ഓക്കെ, സോ ഇവിടെ കിട്ടാൻ പോകുന്നത് log of 100 2 ആണ്. ഇവിടെ 10 വരും. 23.03 into 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 46.5 എന്നാണ് വരിക. ക്ലോസ് ആൻസർ 46 ആണ്. 46.5 ആണ്. 46.5 അല്ല, 46.06 ആണ് ശരിക്കും പറഞ്ഞാൽ വരേണ്ടത് അല്ലേ? 46.06. ബട്ട് എനിവേ ക്ലോസസ്റ്റ് ആൻസർ ഇസ് 46.5. 46.06 ആണ് വരേണ്ടത്. 46.06 അല്ലേ വരിക? 23.03 17. യെസ്, 46.06 ആണ് വരേണ്ടത്. ബട്ട് എനിവേ next, the solubility product of a salt having general formula mx2 in water is 32 into 10⁻⁻15. The concentration of m2 plus ion is. നമുക്കറിയാം മക്കളെ, ഇത് mx2 ടൈപ്പ് ആണ്. സോ ബേസിക്കലി 4s cube is equal to ksp. s cube is equal to ksp by 4. s is equal to ksp by 4 the whole raised to 1/3. That is KSP എത്രയാണ്? 32 into 10⁻⁻15 divided by 4 into 1/3, as in the whole raised to 1/3. That is 8 into 10⁻⁻15 the whole raised to 1/3. That is 2 into 10⁻⁻5 ആണ് solubility. ഇനി mx2 നിങ്ങൾക്കറിയാം mx2 gives us 1 m2 plus and 2x minus. അപ്പോൾ ബേസിക്കലി എത്ര mx2 ആഡ് ചെയ്യുന്നു അത്രയും തന്നെ m2 പ്ലസ് കിട്ടും. അപ്പോൾ സോലിബിലിറ്റി എത്രയാണ്? 2 into 10⁻⁻5. അപ്പോൾ 2 into 10⁻⁻5 തന്നെയായിരിക്കും m2 പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ ആണോ മക്കളെ?
നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ? ടോളൻസ് റിയേജൻ ഗിവ്സ് എ പോസിറ്റീവ് റിസൾട്ട് വിത്ത് ഓൾ ആൽഡിഹൈഡ്സ്. അത് കറക്റ്റാണ്. ടോളൻസ് റിയേജൻ ഗിവ്സ് എ പോസിറ്റീവ് റിസൾട്ട് വിത്ത് ഓൾ കീറ്റോൺസ്. അത് തെറ്റാണ്. സോ ബേസിക്കലി 99 1 ആണ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോളിക്കുലർ സ്പീഷീസ് ഹാവിംഗ് ഹയസ്റ്റ് ബോണ്ട് ഓർഡർ ഇസ്. മക്കളെ O2ൻ്റെ ബോണ്ട് ഓർഡർ എന്താണ്? 2. O2 മൈനസ് ആണെങ്കിലോ? O2 മൈനസ് ആണെങ്കിൽ 1.5. O2 2 മൈനസ് ആണെങ്കിലോ? 1. O2 പ്ലസ് ആണെങ്കിലോ? 2.5. O2 2 പ്ലസ് ആണെങ്കിലോ? 3. സോ ബേസിക്കലി ഇവിടെ ആൻസർ വരാൻ പോകുന്നത് O2 പ്ലസ് ആണ്, ഹയസ്റ്റ് ബോണ്ട് ഓർഡർ. ഓക്കെ, 3 വിൽ ബി ദി ആൻസർ. ഓക്കെ ആണ് മക്കളെ, റെഡിയാണോ? സോ ദാറ്റ്സ് ഇറ്റ്. ലവ് യു ഗൈസ്. ഐ വിൽ സീ യു ഗൈസ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ആക്ച്വൽ ക്ലാസ്സിൽ കാണാം. ബെസ്റ്റ് ഓഫ് ലക്ക്. ബൈ ബൈ.